Hello, good morning. Good morning, Miss. Good morning, Miss. ഓക്കെ, നമ്മള് എവിടെയാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്? ഇതാണ് നമ്മൾ പഠിക്കുന്ന ടോപ്പിക്കിന്റെ പേര്. Hospital. പബ്ലിക് റിലേഷൻസ് ഇൻ ഹോസ്പിറ്റൽ അല്ലേ? ഓക്കെ, വായിച്ചു നോക്കിയാ? പഠിച്ചാണ് നിങ്ങള്? വായിച്ചിട്ട് മനസ്സിലാവണ്ടോ? മനസ്സിലാവുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമ്മള് കഴിഞ്ഞ ദിവസം ക്ലാസ്സിൽ എന്തൊക്കെയാ പറഞ്ഞത്? എങ്ങനെയാണ് ഒരു കമ്മ്യൂണിറ്റിയിൽ അല്ലെങ്കിൽ ഒരു റീജിയനിൽ ഒരു പ്രത്യേക സ്ഥലത്ത് ഹൗ ക്യാൻ ബി മെയിൻറ്റെയിൻ പബ്ലിക് റിലേഷൻസ് അല്ലെ? ഏതൊക്കെ രീതിയിൽ നമുക്ക് പബ്ലിക് റിലേഷൻസ് മെയിൻറ്റെയിൻ ചെയ്യാമെന്ന് നമ്മൾ പറഞ്ഞു. പ്രധാനമായിട്ടും അതിന് 2 മെത്തേഡ്സ് ആണ് അപ്ലൈ ചെയ്തിരിക്കുന്നത്. ഏതൊക്കെയാണത്? ഓപ്പറേറ്റീവ് മെത്തേഡ്സ് ആൻഡ് കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡ്സ് അല്ലെ? ഓപ്പറേറ്റീവ് മെത്തേഡ്സിൽ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരു ഹോസ്പിറ്റലില് എന്താ പറയാ ഒരുപാട് എന്താ പറയാ സപ്പോർട്ടീവ് ഓപ്പറേഷൻസ് നടക്കുന്നുണ്ട്. അതായത് ഒരു ഹോസ്പിറ്റലിന്റെ പ്രധാനപ്പെട്ട കുറെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് പല ഓപ്പറേഷൻസ് സച്ച് എന്താ പറയാ ടെലിഫോൺ ഓപ്പറേറ്റർ ആകാം, അല്ലെങ്കിൽ പേഴ്സൺസ് അല്ലെങ്കിൽ പേഴ്സൺസ് ഹു കോണ്ടാക്ട് വിത്ത് പേഷ്യൻസ്, അവിടെ വരുന്ന പേഷ്യൻസുമായിട്ട് കോണ്ടാക്ട് ചെയ്യുന്ന ആളുകളാകാം. അതുപോലെ തന്നെ എന്താ പറയാ ഫ്രണ്ട് ഓഫീസ്, ഓഫീസ് ക്ലർക്കോ ഫ്രണ്ട് ഓഫീസ് ആയിട്ടുള്ള, അല്ലെങ്കിൽ നമുക്കറിയാം റിസപ്ഷനിസ്റ്റ് ഒക്കെ, അവരൊക്കെ ഒരുപാട് ആളുകള് എന്താ പറയാ ഹോസ്പിറ്റലിലെ ഡോക്ടറെ കാണുന്നതിന് മുമ്പ് തന്നെ അവര് കോണ്ടാക്ട് ചെയ്യപ്പെടേണ്ട കുറച്ച് ആളുകളുണ്ട്. ഇത് ഈ ഒരു മെത്തേഡിലൂടെ അവരുടെ അടുത്ത് നിന്ന് അല്ലെങ്കിൽ അവരെങ്ങനെയാണോ ഈ വരുന്ന ആളുകളോട്, വിസിറ്റേഴ്സിനോടായിക്കോട്ടെ, പേഷ്യൻസിനായിക്കോട്ടെ, അല്ലെങ്കിൽ ബൈസ്റ്റാൻഡേഴ്സിനോടായിക്കോട്ടെ, ഇവരോടൊക്കെ എങ്ങനെ കോണ്ടാക്ട് ചെയ്യുന്നു, ഏത് രീതിയിലാണ് അവരോട് ഇടപഴകുന്നത്, ആ ഒരു റിലേഷൻസ്, അതാണ് ഓപ്പറേറ്റീവ് മെത്തേഡ്. അവരോട് ഉണ്ടാക്കുന്ന റിലേറ്റീവ് എന്താ പറയാ മെത്തേഡ്സ് ആണ് നമുക്ക് ഓപ്പറേറ്റീവ് മെത്തേഡ്സ് എന്ന് പറയാം. ഇനി കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡ് എന്ന് പറയുമ്പോൾ കമ്മ്യൂണിക്കേഷനിലൂടെ, അതായത് അതാണ് നമ്മൾ കഴിഞ്ഞ ദിവസം ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞുകൊണ്ടിരുന്നത്. കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡിലൂടെ നമുക്ക് എങ്ങനെ പബ്ലിക് റിലേഷൻസ് ഉണ്ടാക്കാം, അത് നമ്മൾ പറഞ്ഞു. കുറച്ച് പോയിന്റ്സുകൾ പറഞ്ഞു. എന്തൊക്കെയായിരുന്നു ആ പോയിന്റ്സ്? കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡ്സിൽ എങ്ങനെയൊക്കെയാണ് നമുക്ക് പബ്ലിക് റിലേഷൻസ് കീപ്പ് ചെയ്യാൻ പറ്റുക എന്ന് പറഞ്ഞത്? To make available suitable information of the patients, their relatives and visitors, അവിടെ വരുന്ന പേഷ്യൻസിൽ നിന്നും അതുപോലെ തന്നെ അവരുടെ റിലേറ്റീവ്സ്, അവരുടെ വിസിറ്റേഴ്സ്, അവരിൽ നിന്നൊക്കെ സ്യൂട്ടബിൾ ആയിട്ടുള്ള ഇൻഫോർമേഷൻസ് കളക്ട് ചെയ്ത്
അവർക്ക് അങ്ങോട്ട് പറഞ്ഞു കൊടുക്കേണ്ട കാര്യങ്ങളാണെങ്കിൽ അത് അങ്ങോട്ടേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ഈ രീതിയിൽ കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡ് എന്താ പറയുക, കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡിലൂടെ പബ്ലിക് റിലേഷൻസ് ഉണ്ടാക്കാൻ പറ്റും. അതായത് നമ്മുടെ ഓർഗനൈസേഷനെ സംബന്ധിച്ച്, ഇവിടെ ഹോസ്പിറ്റലിനെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് ആളുകൾക്ക് വെളിപ്പെടുത്തി കൊടുക്കാനുള്ള ഒരു ഉപാധിയാണ്. അതെങ്ങനെയാ? ഈ റിലേഷൻസിലൂടെ മാത്രമേ പറ്റുള്ളൂ. അതിന് വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാവുന്നതാണ്. പിന്നെ എന്താണ് പറയാ, അവരുടെ കംപ്ലൈന്റ്സ് അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ലിസൺ ചെയ്യാനുള്ള ഒരു സൗകര്യം ഒരുക്കി കൊടുക്കുക. ആൻഡ് ദേ ഡു നോട്ട് ഗോ ബിയോണ്ട് ദ റിട്ടൺ കംപ്ലൈന്റ്. അവർക്ക് കേൾക്കാനുള്ള ഒരു സാവകാശം അവർ കണ്ടെത്തുക. അതായത് ഏതെങ്കിലും പേഷ്യൻസിനോ വിസിറ്റേഴ്സിനോ ഒക്കെ എന്തെങ്കിലും തരത്തില് കംപ്ലൈന്റ്സ് വൈൽ ദേ ആർ കമ്മിങ് ടു ദ ഹോസ്പിറ്റൽ ഫോർ എനി കൺസൾട്ടേഷന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പർപ്പസിന് വേണ്ടിയിട്ടോ ഹോസ്പിറ്റലിൽ വരുമ്പോൾ അവർക്ക് നേരിടേണ്ടി വരുന്ന ചില കാര്യങ്ങൾ ചിലപ്പോൾ അവർ കംപ്ലൈന്റ് ആയിട്ട് അവര് എന്താ പറയാ എക്സ്പ്രസ് ചെയ്യാമായിരിക്കാം. അത് എക്സ്പ്രസ് ചെയ്യുമ്പോൾ അത് കേൾക്കാനും ഉള്ള ഒരു സൗകര്യം ഒരുക്കി കൊടുക്കുക. കേൾക്കുക എന്ന് പറഞ്ഞു കഴിയുമ്പോൾ അവര് എന്താണ് അവരുടെ ആവശ്യം, അതെന്താണെന്ന് മനസ്സിലാക്കി അതിന് ഉള്ള പോസിറ്റീവ് ആയിട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള ആക്ഷൻസ് എടുക്കാനായിട്ട് നോക്കുക. അതല്ല അത് ഇപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ അത് എഴുതി തന്നോ, അത് റിട്ടേൺ കംപ്ലൈന്റിലേക്ക് പോകാത്ത രീതിയിൽ. അപ്പൊ റിട്ടേൺ കംപ്ലൈന്റ് ആകുമ്പോൾ അവരെ കൊണ്ട് നമ്മൾ ഫോഴ്സ്ഫുള്ളി അവരെ എന്തെങ്കിലും ചെയ്യിപ്പിക്കുന്ന രീതിയിലാകും. അതല്ല, നമ്മൾ ലിസൺ ചെയ്തിട്ട് അതിനുള്ള സൊല്യൂഷൻസ് കണ്ടെത്തുകയാണെങ്കിൽ അതൊരു നല്ല റിലേഷനിലേക്ക് പോകും. അല്ല നമ്മളത് കുറെ കംപ്ലൈന്റ് ഒക്കെ എഴുതി കൊടുത്തു, കുറെ ആളുകൾ ഇതുപോലെയുള്ള കുറെ ആൾക്കാരുടെ കംപ്ലൈന്റുകൾ നോക്കിയിട്ടാണ് അതിൽ നിന്ന് അവര് പിന്നീടാണ് സൊല്യൂഷൻസ് കണ്ടെത്തുകയാണെങ്കിൽ അത് നല്ല റിലേഷൻസിലേക്ക് പോകില്ല. മനസ്സിലായല്ലോ? ഇനി അവളുടെ എന്താ പറയാ സ്വിച്ച് റിപ്ലൈ ടു ദ ക്വസ്റ്റ്യൻസ്, അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊക്കെ വളരെ പെട്ടെന്ന് ഉള്ള ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ആൻസേഴ്സ് റിപ്ലൈസ് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. അതും ഒരു നല്ല റിലേഷന്റെ ഒരു വഴിയൊരുക്കും എന്നുള്ളതാണ്. അല്ല നമ്മൾ എന്തെങ്കിലും അവർ ചോദിക്കുന്നു, നമുക്ക് അവരുടെ സംശയങ്ങൾക്ക് മറുപടി കൊടുക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ നമ്മൾ അവിടെ കിടന്ന് ഭയങ്കര കൺഫ്യൂസ്ഡ് ആകുന്ന ഒരു അവസ്ഥയിലേക്ക് പോകുമ്പോൾ ആളുകൾക്ക് തന്നെ, അതായത് നമ്മൾ ചോദിക്കുന്ന ആളുകൾക്ക് തന്നെ എന്ത് പറ്റും, അവർക്കും ഇതുപോലെ തന്നെ പല ഡൗട്ടുകളും പല കാര്യങ്ങളെ കുറിച്ചും തോന്നും അല്ലെ. അപ്പൊ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്ത് കൊടുക്കുക എന്നുള്ളതും ഇവരുടെ ഡ്യൂട്ടിയാണ്. അല്ലെങ്കിൽ അത് ഒരു നല്ല റിലേഷനിലേക്ക് ഒരു വഴിയൊരുക്കുന്നതാണ്. പിന്നെ സജഷൻസ്, എപ്പോഴൊക്കെ എന്തെങ്കിലുമൊക്കെ ആളുകൾക്ക് ഈ ഹോസ്പിറ്റലിൽ എന്തെങ്കിലും ഇമ്പ്രൂവ്മെന്റുകൾ കൊണ്ടുവരാനുണ്ടോ, അല്ലെങ്കിൽ ഇന്നൊരു സാധനം കൂടി ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് ഹോസ്പിറ്റലിൽ എന്തെങ്കിലും സജഷൻസ് ഒക്കെ കൊടുക്കാനുണ്ടെങ്കിൽ സ്യൂട്ടബിൾ പ്ലേസുകളിൽ എന്ത് ചെയ്യുക, സജഷൻ ബോക്സുകൾ കീപ്പ് ചെയ്യുക. അത് ഇപ്പൊ എല്ലാ ഫ്ലോറിലും ഒക്കെ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഏരിയയിൽ സജഷൻ ബോക്സുകൾ കീപ്പ് ചെയ്യുക. അല്ലെങ്കിൽ ഒരു സജഷൻ എഴുതാൻ വേണ്ടിയിട്ട് ഒരു എത്രയെങ്കിലും നിലയുള്ള ഹോസ്പിറ്റലാണെങ്കിൽ സജഷൻ ബോക്സ് ഇന്ന നിലയിലാണ്, അവിടെ പോയിട്ട് എഴുതിയിടണം എന്ന് പറഞ്ഞാൽ അത് എപ്പോഴും പ്രാക്ടിക്കൽ ആയിട്ടുള്ള കാര്യമല്ല അല്ലെ. അപ്പൊ അതിന് ബുദ്ധിമുട്ടുകളുള്ളവരുണ്ടാവും. അപ്പൊ എന്ത് ചെയ്യുക, സജഷൻ ബോക്സ് വേണ്ട സ്ഥലങ്ങളിൽ അത് അവര് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ദേ ക്യാൻ ഗിവ് സം സജഷൻസ് അബൌട്ട് ദെയർ കൺസൾട്ടേഷൻ ഡീലിങ്സിന്റെ സമയത്ത് അവർക്ക് ഉണ്ടാകുന്ന ചില കാര്യങ്ങളെ കുറിച്ചിട്ട് ഇങ്ങനെ ചെയ്താൽ കുറച്ചും കൂടി ബെറ്റർ ആകും. അപ്പൊ അവിടുത്തെ തിക്കും തിരക്കും കുറയ്ക്കാം. അപ്പൊ നമുക്കും ഉണ്ടാവുമല്ലോ. ഇപ്പൊ ഓരോ വ്യക്തികൾക്കും ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്, ഓരോരുത്തർക്കും ഓരോ ആശയങ്ങളാണ്. അപ്പൊ ആശയങ്ങള് മറ്റുള്ളവരിൽ നിന്നും ചിലപ്പോ നമുക്ക് സ്വീകരിക്കാം. അത് ചിലപ്പോൾ നല്ല പോസിറ്റീവ് ആയിട്ടുള്ള ഭയങ്കര എന്താ പറയാ കുറച്ചുകൂടി ഡെവലപ്ഡ് ആക്കാനുള്ള രീതിയിലുള്ള ആശയങ്ങളും നല്ല നല്ല ആശയങ്ങളും എല്ലാ വ്യക്തികളുടെയും തലയിൽ ഉദിക്കും. അപ്പൊ അതൊക്കെ കേട്ടിട്ട് അതറിഞ്ഞ് അങ്ങനെയുള്ള ചില പ്ലാനിങ്സും ചില എന്താ പറയാ മോഡിഫിക്കേഷൻസും ചില ഇന്നോവേഷൻസ് ഒക്കെ ഹോസ്പിറ്റലിന്റെ അകത്ത് കൊണ്ടുവരാനായിട്ട് മാനേജ്മെന്റിന് സാധിക്കും. അപ്പൊ അങ്ങനെയുള്ള സജഷൻസ് ഒക്കെ എഴുതാൻ വേണ്ടിയിട്ടും ഇടാൻ വേണ്ടിയിട്ടുള്ള ഒരു ബോക്സ് ഓരോ പ്രത്യേക ഏരിയയിൽ കീപ്പ് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ എന്താ പറയാ വിഷ്വൽ കമ്മ്യൂണിക്കേഷൻസ്, ഫിലിം ഷോസ്, എക്സിബിഷൻസ്, ഹോസ്പിറ്റലിനെ സംബന്ധിക്കുന്ന പല കാര്യങ്ങളും ഉൾക്കൊള്ളുന്ന വിഷ്വൽസ് ഫിലിം രൂപത്തിലായിക്കോട്ടെ അല്ലെങ്കിൽ ബ്രോഷർ രൂപത്തിലായിക്കോട്ടെ അതൊക്കെ എക്സിബിറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അത് ഹോസ്പിറ്റലിൽ ചിലപ്പോൾ വെയിറ്റ് ചെയ്യുന്ന ഇടങ്ങളിലാകാം, അല്ലെങ്കിൽ ഹോസ്പിറ്റലിന്റെ പുറത്ത് അത് ചിലപ്പോൾ അഡ്വർടൈസ്മെന്റ് രൂപത്തിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രൂപത്തിൽ വിഷ്വൽസ് ആളുകൾക്ക് കൂടുതൽ ഗ്രഹിക്കാനായിട്ട് എളുപ്പം ഗ്രഹിക്കാനും എന്താ പറയാ യൂസ്ഫുൾ ആകുന്ന രീതിയാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു രീതിയിലേക്ക് ആളുകളിലേക്ക് തങ്ങളുടെ ഹോസ്പിറ്റലിനെ കുറിച്ചും ഹോസ്പിറ്റലിന്റെ ഉള്ളിലുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടും അവിടുത്തെ പോളിസീസ്, പ്രോഗ്രാംസ്, അവിടുത്തെ ടെക്നോളജി, അവരുടെ എന്തൊക്കെയാണ് അവിടെ നടക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ആളുകളിലേക്ക് എളുപ്പം എത്തിക്കാൻ പറ്റിയ ഒരു രീതി കൂടിയാണ് ഈ വിഷ്വൽസ് എന്ന് പറയുന്നത്. പിന്നെ എന്താ പറയാ, പിന്നെ നമ്മൾ പറഞ്ഞ സ്കൂൾ ടീച്ചേഴ്സ് അല്ലെങ്കിൽ കുട്ടികള്, വിമൻസ് ഓർഗനൈസേഷൻസ് ഒരുപാടുണ്ട് നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പൊ. അങ്ങനെയുള്ള ആളുകൾ, പിന്നെ റിലീജിയസ് ആയിട്ടുള്ള ലീഡേഴ്സ്, നമ്മളുടെ എന്താ പറയാ ദേവാലയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട അവിടുത്തെ വലിയ വലിയ ലീഡേഴ്സ് ഉണ്ടാവില്ല, അതിന്റെയൊക്കെ എല്ലാം
മാനേജ് ചെയ്യുന്ന കുറച്ച് ആൾക്കാരെ ഇലക്ട് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ടാവും. അവര് അല്ലെങ്കിൽ എന്താ പറയാ മറ്റ് ഏതെങ്കിലും ഓർഗനൈസേഷൻസിലെ ആളുകളൊക്കെ കൂടി ഒരു ടീം വർക്കായിട്ട് അവർക്ക് ഹോസ്പിറ്റലുകളിൽ സന്ദർശിച്ച് അവിടെ ടൂർ പോലെ എന്ന് വെച്ചാൽ അവിടെ അവർ ചെന്നിട്ട് അവിടെ നടക്കുന്ന കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ ഉള്ള ഒരു സർവേ നടത്താനോ അല്ലെങ്കിൽ അവരുടെ പഠനങ്ങളുടെ ഒരു എന്താ പറയാ ടൂർ നടത്തുന്നത്. ചില കുട്ടികളൊക്കെ സ്റ്റഡി ടൂർ നടത്തും അല്ലെ, അതായത് അവരുടെ പഠന ഭാഗമായിട്ട് നടത്തുന്ന ടൂറാണ്. അപ്പൊ നമുക്ക് അത്തരം ടൂറുകൾ ഇങ്ങനെ ഹോസ്പിറ്റലുകളിലേക്ക് നടത്തുകയാണെങ്കിലും അവിടുത്തെ ചികിത്സാ രീതികളും എന്തൊക്കെ കാര്യങ്ങൾക്ക് അവിടെ ചികിത്സകളുണ്ട് എന്നുള്ളതൊക്കെ ഒരു പുറത്തേക്ക് ഒരു അറിവ് കൊടുക്കാൻ, ഒരു അവയർനെസ് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു രീതിയാണ്. അപ്പൊ അങ്ങനെയുള്ള ടൂറുകൾ നടത്തുന്നതും വളരെ നല്ലതായിരിക്കും എന്നാണ് പറയാം. പിന്നെ മാത്രമല്ല ആനുവൽ ഡേയ്സ് ഹോസ്പിറ്റലിൽ എല്ലാ ഓർഗനൈസേഷനിലും എന്തെങ്കിലുമൊക്കെ ഒരു ഡേ സെലിബ്രേറ്റ് ചെയ്യും അല്ലെ. അപ്പൊ അതുപോലെ ഹോസ്പിറ്റൽസിലും ഒരു ആനുവൽ ഡേ ഒക്കെ കണ്ടക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഓപ്പൺ ഹൗസ് ആയിട്ട്, അതായത് പുറത്ത് പബ്ലിക്കിനൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് അവർക്കും വന്ന് ഇത് ഷോ കാണാനൊക്കെ ഉള്ള ഒരു ഇത് എന്താ പറയാ ഏർപ്പാട് ആക്കിയിട്ട് അവരെന്ത് ചെയ്യാം, ഒരു ഇത്തരമുള്ള വലിയ ഫംഗ്ഷൻ ഒക്കെ വെച്ച് കഴിഞ്ഞാൽ ഹോസ്പിറ്റൽസിന്റെ പല കാര്യങ്ങളും ആളുകൾക്ക് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ഇതാണ്. പിന്നെ എന്താ പറയാ മാസ് മീഡിയ ഉപയോഗിച്ചിട്ട്, അതായത് മീഡിയയിലൂടെ ഹോസ്പിറ്റൽസിന്റെ പല ടെക്നോളജീസും പുറത്തേക്ക് ഇന്ന ഹോസ്പിറ്റലിൽ ഇപ്പൊ നമ്മൾ ചിലപ്പോഴൊക്കെ ചില ഹോസ്പിറ്റലുകളുടെ പരസ്യങ്ങൾ ടിവിയിലൂടെയൊക്കെ കാണാറുണ്ട്. നമ്മൾ ഇന്റർനെറ്റിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കിയാൽ നമുക്ക് ഏതെങ്കിലും ഹോസ്പിറ്റലിൽ ഇപ്പൊ അതൊക്കെ എല്ലാം ഉണ്ട് കേട്ടോ. ഇപ്പൊ ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിൽ ഇന്ന ഫെസിലിറ്റി ഉണ്ടോ എന്ന് നമുക്ക് നോക്കണമെങ്കിൽ ആ ഹോസ്പിറ്റലിന്റെ പേര് അടിച്ചു കൊടുത്ത് ഇന്ന സ്ഥലം അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പല ഡീറ്റെയിൽസും കിട്ടും. അതിന്റെ ഇന്റീരിയർ പാർട്ടും അവരുടെ പുറത്തും ഇവിടെ അങ്ങോട്ടേക്ക് പോകാനുള്ള മാപ്പ് വരെ നമുക്ക് അവിടെ അവൈലബിൾ ആണ്. അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാവുന്നതും മീഡിയയിലൂടെ കൊടുത്തിട്ടും എന്ത് ചെയ്യാം, ഹോസ്പിറ്റലിനെ കുറിച്ച് ആളുകൾക്ക് ഓപ്പൺ ആക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു അവയർനെസ് കൊടുക്കാൻ പറ്റുന്ന രീതിയാണ്. അപ്പൊ കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡ് ഒരുപാടുണ്ട്. ഈ രീതിയിലൂടെയൊക്കെ നമുക്ക് പബ്ലിക് റിലേഷൻസ് നേടിയെടുക്കാൻ പറ്റുമെന്നാണ്, ഹോസ്പിറ്റൽസിലും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമെന്നാണ് നമ്മളിപ്പോ ഇത്രയും നേരം കണ്ടത്. ഓക്കെ, അപ്പൊ ഇനി അത് നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ ക്ലാസ്സിൽ പറഞ്ഞതാണ്. ഇനി ഇതിൽ എന്തെങ്കിലും ഇനിയും ഡൗട്ട് ഉണ്ടോ? കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞതാ, വീണ്ടും ഒന്നുകൂടി പറഞ്ഞു മാത്രമേ ഉള്ളൂ. ഡൗട്ട് ഉണ്ടോ? ഇല്ല. ഓക്കെ, അപ്പൊ ഈ കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡ്സ് വീണ്ടും അവര് പറയണ്ട് എങ്ങനെയാണ് നമുക്ക് എന്ത് ചെയ്യാം, കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡ്സ് ഏതൊക്കെ രീതിയിൽ നമുക്ക് എന്താ പറയാ ഉണ്ടാക്കാം. വിച്ച് ആർ ദ മെത്തേഡ്സ്, ഹൗ ക്യാൻ വി എംപ്ലോയ് ദിസ് കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡ്, ഏതൊക്കെ രീതിയിൽ നമുക്ക് ഈ കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡിനെ എംപ്ലോയ് ചെയ്യാം എന്ന് വെച്ചാൽ നടപ്പിലാക്കാം എന്ന്. കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡ് ഇങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡിൽ ഈ വക രീതിയിലാണ് പബ്ലിക് റിലേഷൻസ് കീപ്പ് ചെയ്യുന്നത്. അത് എങ്ങനെ നമുക്ക് ഇവിടെ ആപ്ലിക്കബിൾ ആക്കാം, എംപ്ലോയ് ചെയ്യാം എന്ന് വെച്ചാൽ ഒരു ഹോസ്പിറ്റലിൽ ഇതൊക്കെ എങ്ങനെ അപ്ലൈ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അത് നമ്പർ ഇട്ടാണ് കൊടുത്തേക്കണ ഓരോ രീതികൾ എങ്ങനെയാണ്. ഒന്നാമത്തേതാണ് സ്ക്രീനിൽ കാണുന്നുണ്ടല്ലോ അല്ലെ. ഒന്നാമത്തെ കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡ്സ് ക്യാൻ ബി യൂസ്ഡ് ഇൻ ദ ഫോളോയിങ് വേസ്. ഏതൊക്കെ രീതിയിൽ, ഈ താഴെ പറയുന്ന രീതികളിൽ നമുക്ക് കമ്മ്യൂണിക്കേഷൻ മെത്തേഡുകളെ അപ്ലൈ ചെയ്യാം, എംപ്ലോയ് ചെയ്യിക്കാം എന്നാണ് പറയുന്നത്. ബൈ പ്രൊവൈഡിങ് അപ്രോപ്രിയേറ്റ് ഇൻഫോർമേഷൻസ് ടു ദ പേഷ്യൻസ്, ദെയർ റിലേറ്റീവ്സ് ആൻഡ് വിസിറ്റേഴ്സ്. അതൊക്കെ അതായത് ഒരു ഏതെങ്കിലും രീതിയിൽ ഒരു ഹോസ്പിറ്റലിൽ വരുന്ന പേഷ്യൻസ് അല്ലെങ്കിൽ അവരുടെ റിലേറ്റീവ്സ്, വിസിറ്റേഴ്സിനൊക്കെ ഏതെങ്കിലും തരത്തിലുള്ള ഇൻഫോർമേഷൻസ് കൈമാറാനുണ്ടെങ്കിൽ അവർക്ക് കൃത്യമായ രീതിയിലുള്ള ഇൻഫോർമേഷൻസ് കൊടുക്കുക. എന്തൊക്കെയാണോ ഇപ്പൊ ഒരു ഹോസ്പിറ്റലിൽ പേഷ്യന്റ് കയറി ചെല്ലുന്നു, അവിടെ നിന്ന് അവരുടെ കൺസൾട്ടേഷൻ കഴിയുന്നു, അവരുടെ രോഗത്തെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ഡയഗ്നോസിസും എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ് ട്രീറ്റ്മെന്റ് ഒക്കെ നടത്തുന്ന സമയത്ത് അവർക്ക് കൊടുക്കേണ്ടതായിട്ടുള്ള ഇൻഫോർമേഷൻസ് എന്തൊക്കെയാണോ അത് ചിലതൊക്കെ നമുക്ക് പേഷ്യൻസിന് നേരിട്ട് കൊടുക്കേണ്ടതായിരിക്കാം അല്ലെ, പേരിട്ട് കൊടുക്കുക. ചിലത് പേഷ്യൻസിനെ ഡയറക്റ്റ് ആയിട്ട് അറിയിക്കാൻ പറ്റാത്ത രീതിയിലുള്ളതുണ്ടെങ്കിൽ അവരുടെ കൂടെ വന്നിരിക്കുന്ന റിലേറ്റീവ്സ് ആരാണോ കൊണ്ടുവന്നിരിക്കുന്നത് അവരുടെ ചിലപ്പോൾ എന്താ പറയാ തൊട്ടടുത്ത നെക്സ്റ്റ് റിലേറ്റീവിനോട് ചിലപ്പോൾ പറയാൻ പറ്റാത്ത കാര്യങ്ങളും ഉണ്ടായിരിക്കാം. അപ്പൊ ചിലപ്പോൾ വേറെ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അവരോട് ഇൻഫർമേഷൻസ് കൈമാറണം. ഇങ്ങനെ ഒളിച്ചു വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അതിന്റെ രോഗത്തിന്റെ സീരിയസ്നെസ്സും ഒക്കെ മനസ്സിലാക്കിയെടുക്കാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ ആരോടെങ്കിലും ഒക്കെ അറിയിക്കേണ്ടും. അപ്പൊ നേരിട്ട് പറയേണ്ട കാര്യങ്ങളാണെങ്കിൽ നേരിട്ടോ റിലേറ്റീവ്സിനോടോ വിസിറ്റേഴ്സിനോടോ ഒക്കെ പറഞ്ഞ് അവരോട് വേണ്ട ഇൻഫർമേഷൻസ് കൃത്യമായി തന്നെ പ്രൊവൈഡ് ചെയ്യണം. അത് ഹോസ്പിറ്റലിൽ വിട്ടു പോകുന്നതിന് മുമ്പോ അല്ലെങ്കിൽ അഡ്മിറ്റ് ചെയ്യുന്നതിന് മുമ്പോ എല്ലാ കാര്യങ്ങളും അവരോട് അറിയിക്കണം. ഇപ്പൊ ഒരു വലിയ ഓപ്പറേഷൻസ് നടത്തണം, അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെ പെട്ടെന്ന് തന്നെ ആ രോഗിയോടായിരിക്കില്ല ചിലപ്പോൾ നമുക്കത് പറയാൻ പറ്റുക. അത് ചിലപ്പോൾ നെക്സ്റ്റ് അല്ല ഇച്ചിരി ഫാർ റിലേറ്റീവ്സിനോട് പറയുമ്പോഴായിരിക്കും. അല്ലെങ്കിൽ ആളുകൾ വന്ന് രോഗവുമായിട്ട് വരുന്ന ആളുകൾ അപ്പൊ തന്നെ അത് കേൾക്കുമ്പോ തന്നെ അവർക്ക് എന്ത് ചെയ്യും, അവർക്ക് കൂടി ടെൻഷൻ ആകാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അത്തരം കാര്യങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു മിനിറ്റ്, അജീതേ ഞാൻ ക്ലാസ്സിലാണ്.
അപ്പൊ അതാണ് ഒന്നാമത്തെ രീതി എന്ന് പറയുന്നത്. അപ്പൊ അത് ഇനി എങ്ങനെയൊക്കെയാണെന്ന് പറയുന്നുണ്ട്. അപ്പൊ പേഷ്യൻസോ അല്ലെങ്കിൽ റിലേറ്റീവ്സോ അല്ലെങ്കിൽ വിസിറ്റേഴ്സോ വരുന്നവർക്ക് കൃത്യമായിട്ടുള്ള ഇൻഫർമേഷൻസ് കൃത്യമായി തന്നെ പ്രൊവൈഡ് ചെയ്യാം. അത് എങ്ങനെയൊക്കെയാണെന്നാണ് പറഞ്ഞേക്കണേ. ഏതൊക്കെ രീതിയിൽ നമുക്ക് ആ ഒരു റിലേഷൻ കീപ്പ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ അത്തരം ഇൻഫർമേഷൻസ് നമുക്ക് എങ്ങനെ പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. ഒന്ന്, അറ്റ് ദ കൗണ്ടർ, എൻക്വയറി കൗണ്ടർ ഓർ രജിസ്ട്രേഷൻ കൗണ്ടർ. അതായത് രജിസ്ട്രേഷന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ എൻക്വയറിക്ക് വേണ്ടിയിട്ടൊക്കെ കൗണ്ടേഴ്സ് ഉണ്ടായിരിക്കുമല്ലോ, അവിടെ നമുക്ക് കാര്യങ്ങൾ എന്താ പറയാ, എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പൊ ഹോസ്പിറ്റലിലേക്ക് വരുമ്പോൾ ചിലപ്പോൾ എവിടേക്കാണ് ഡോക്ടർ ഇരിക്കുന്നത്, അല്ലെങ്കിൽ ഇന്ന കൺസൾട്ടേഷൻ ഇവിടെ ഉണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങൾ, രജിസ്ട്രേഷനെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ, അഡ്മിഷനെ സംബന്ധിക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കൗണ്ടറിൽ തന്നെ വേണമെങ്കിൽ നമുക്കത് ക്ലിയർ ചെയ്യാൻ പറ്റും. അവിടെയാണ്. അല്ലെങ്കിൽ ഇനി എന്തെങ്കിലുമൊക്കെ മറ്റു ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്യേണ്ടി വരുന്ന മറ്റു സാഹചര്യമാണ് പേഷ്യന്റിന്റെ ഡിസ്ചാർജിന്റെ സമയത്ത് റിഗാർഡിംഗ് അവരുടെ ഹെൽത്ത് സ്റ്റാറ്റസിനെ സംബന്ധിക്കുന്നതോ, അല്ലെങ്കിൽ വെദർ ദേ ഹാവ് ടു കം അപ്പ് ഫോർ ദ ഫോളോ അപ്പ്, വീണ്ടും അവർക്ക് ഈ ഫോളോ അപ്പിന് വേണ്ടിയിട്ട് വീണ്ടും വരേണ്ടതിനെ സംബന്ധിക്കുന്നതോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഡിസ്ചാർജ് സമയത്ത് പറയുക. അത് ആണായാലും പെണ്ണായാലും അതാണ് ഹിസ് ഓർ ഹെർ എന്ന് പറഞ്ഞേക്കണേ. അപ്പോ when the patients are discharged from the hospital, they have to come for a follow up. അവർക്ക് വേണ്ടിയിട്ട് എന്താ പറയാ, ഇൻഫർമേഷൻസ് ഉണ്ടായിരിക്കും. ഇങ്ങനെ ഇന്ന ദിവസം കഴിയുമ്പോൾ വരണം, 4 ദിവസം അല്ലെങ്കിൽ 5 ദിവസം മരുന്ന് കഴിഞ്ഞിട്ട് വന്നിട്ട് നമുക്ക് കാര്യങ്ങൾ ചെക്ക് ചെയ്യാനുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടോ. മാത്രമല്ല അവരുടെ ഹെൽത്ത് സ്റ്റേറ്റസ് എങ്ങനെയാണ്, അഡ്മിഷനൊക്കെ, അതായത് കിടത്തി ചികിത്സിച്ചവരെയാണല്ലോ ഡിസ്ചാർജ് ചെയ്യാം. അങ്ങനെയുള്ളവർ പുറത്തേക്ക് പോകുമ്പോൾ ഇനി അവരുടെ ഫുഡിന്റെ രീതിയിലോ അല്ലെങ്കിൽ അവർ ചെയ്യുന്ന ജോലികളുടെ രീതിയിലോ എന്തെങ്കിലുമൊക്കെ ശ്രദ്ധിക്കേണ്ടതുണ്ടെങ്കിൽ അതാണ് ഹെൽത്ത് സ്റ്റേറ്റസിനെ കുറിച്ച് പറയാന്ന് പറഞ്ഞാൽ. അപ്പൊ നിങ്ങളുടെ ഹെൽത്ത് നോക്കിയിട്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇൻസ്പെക്ട് ചെയ്തതിന് ശേഷം അവർക്ക് അത്തരം ഇൻഫർമേഷൻസ് ഉണ്ടെങ്കിൽ അത് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ ഇനി മാത്രമല്ല, ഡിസ്ചാർജ് സമയത്ത് ദേ ക്യാൻ കണ്ടക്ട് ആൻ ഇന്റർവ്യൂ വിത്ത് ദ അറ്റൻഡിങ് ഫിസിഷ്യൻ. അതായത് ചിലപ്പോൾ ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്ത് നമുക്ക് പോരുന്നതിന് മുമ്പ് എന്തെങ്കിലും കാര്യങ്ങളെ കുറിച്ച് അറിയണം. ഇപ്പൊ നമ്മൾ കഴിക്കുന്ന ഫുഡിനെ കുറിച്ചിട്ട് അങ്ങോട്ടേക്ക് വേണമെങ്കിൽ നമുക്കൊരു ഇന്റർവ്യൂവിന് വേണമെങ്കിൽ നമുക്കൊരു സജഷൻ വെക്കാം. എനിക്ക് ഡോക്ടർ ഒന്ന് കാണാൻ പോകുന്നതിന് മുമ്പ്, അതായത് എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്, രോഗിക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇനി എന്നാ വരണ്ടേ, അപ്പൊ വേണമെങ്കിൽ നമുക്ക് അത് സജഷൻ ആയിട്ട് വെക്കാം. അപ്പൊ അതൊരു നല്ല എന്താ പറയാ പേഷ്യന്റ് പബ്ലിക് റിലേഷൻസിൽ കാരണമാകും. അപ്പൊ ഒന്നാമത്തെ രീതിയാണ് കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡ്. എങ്ങനെ നമുക്ക് ഏതൊക്കെ രീതിയിൽ നമുക്ക് അപ്ലൈ ചെയ്യാം ഒരു ഹോസ്പിറ്റലിൽ എന്ന് പറയുന്നതിന്റെ ഒന്നാമത്തെ മെത്തേഡാണ് ബൈ പ്രൊവൈഡിങ് സൂട്ടബിൾ ഇൻഫർമേഷൻസ് ടു ദ പേഷ്യൻസ്, റിലേറ്റീവ്സ് ഓർ വിസിറ്റേഴ്സ്. ഇവർക്കൊക്കെ കൃത്യമായ രീതിയിലുള്ള ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്യാം. ഈ ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്യുന്ന സാഹചര്യങ്ങൾ എവിടേക്കാണെന്നാണ് പറയുന്നത്. ഒന്ന്, അറ്റ് ദ എൻക്വയറി ഓർ രജിസ്ട്രേഷൻ കൗണ്ടർ. പിന്നെ സെക്കൻഡ് വൺ, ഡിസ്ചാർജ് സമയത്ത് പേഷ്യൻസിന്റെ ഹെൽത്ത് സ്റ്റേറ്റസിനെ കുറിച്ചിട്ടും അവരുടെ ഫോളോ അപ്പിനെ കുറിച്ചും പറഞ്ഞു കൊടുക്കേണ്ട ഇൻഫർമേഷൻസ് അവർക്ക് കൊടുക്കുക. മൂന്നാമത്തെ പോയിന്റ് നമ്മൾ പറഞ്ഞത് ഇതുപോലെ തന്നെ ഡിസ്ചാർജ് സമയത്ത് ദേ ക്യാൻ കണ്ടക്ട് ആൻ ഇന്റർവ്യൂ വിത്ത് ദ ഫിസിഷ്യൻ. അവർ കൺസൾട്ട് ചെയ്തിരുന്ന ഫിസിഷ്യനുമായിട്ട് വേണമെങ്കിൽ ഒരു ഇന്റർവ്യൂവിന് സജഷൻ കൊടുക്കാം. അത് ഇറ്റ് വിൽ ഹെൽപ്പ് ഫോർ എ ഗുഡ് റിലേഷൻ. അതൊരു നല്ല പബ്ലിക് റിലേഷൻസിന് കാരണമാകും. അപ്പൊ നമ്മൾ ഇങ്ങനെ പോരുന്ന സമയത്ത് കൃത്യമായിട്ട് കാര്യങ്ങളൊക്കെ ഡോക്ടർ പറഞ്ഞു തന്നിട്ടുണ്ട്. അത് നമ്മളൊരു 10 ആളോട് വേണമെങ്കിൽ പറയും അല്ലെ, പുറത്ത് പോകുന്നതിന് മുമ്പ്, അഡ്മിഷൻ ഒക്കെ കഴിഞ്ഞ് പോകുന്നതിന് മുമ്പ് ചിലപ്പോൾ നമ്മൾ ഇറങ്ങി കഴിയുമ്പോൾ ആളുകളോടൊക്കെ പറയും നല്ലൊരു ട്രീറ്റ്മെന്റ് ആണ് അവിടെ കിട്ടിയത്, ഞങ്ങൾക്ക് യാതൊരു രീതിയിലും എന്തില്ല അതിനെ കുറിച്ചിട്ട് ഒരു നെഗറ്റീവ് ഒന്നും പറയാനില്ല, ഒക്കെ പോസിറ്റീവ്സ് ആണോ ഉള്ളത്. അങ്ങനെ അത് അല്ല, ഡിസ്ചാർജ് ചെയ്തു, പൈസ കിട്ടി, അവരെവിടെയെങ്കിലും പൊക്കോട്ടെ, അവരുടെ കാര്യങ്ങളൊക്കെ ഇനി അടുത്ത അസുഖവുമായിട്ട് വരുമ്പോൾ നമുക്ക് ഇവിടെ അഡ്മിഷൻ കൊടുക്കാം, അങ്ങനെ ചിന്തിക്കും അല്ലെ ചില ആളുകൾ. ഇത് പ്രോഫിറ്റ് മേക്കിംഗ് ആണ് ഏത് ഓർഗനൈസേഷന്റെയും പ്രധാനപ്പെട്ട ലക്ഷ്യം. അതായത് പേഷ്യൻസിന്റെ അല്ലെങ്കിൽ സോഷ്യൽ വെൽഫെയർ ഒന്നും ആർക്കും ആഗ്രഹമൊന്നുമില്ല. പക്ഷെ എന്നാലും ഇതുപോലെയുള്ള കാര്യങ്ങൾ കൂടി ശ്രദ്ധിച്ചാൽ അത് കുറച്ച് ഫ്യൂച്ചറിന് കൂടി അവർക്ക് ഹെൽപ്ഫുൾ ആകും എന്നുള്ളതാണ് പബ്ലിക് റിലേഷൻസിന്റെ മറ്റൊരു പ്രത്യേകത. ഒന്ന് വേഗം വായിച്ചു നോക്കിയത്. ഒന്നാമത്തെ പോയിന്റ് പ്രൊവൈഡിങ് അപ്രോപ്രിയേറ്റ് ഇൻഫോർമേഷൻസ് ടു ദ പേഷ്യൻസ്, റിലേറ്റീവ്സ് ആൻഡ് വിസിറ്റേഴ്സ്. അത് എങ്ങനെ അത് നടപ്പിലാക്കാം എന്നുള്ളത് അവിടെ 3 പോയിന്റുകൾ അതിന്റെ താഴെ പറഞ്ഞിട്ട് സബ് പോയിന്റുകളായിട്ട് ഒന്ന് വേഗം വായിച്ചു നോക്കുക കേട്ടാ. വായിച്ചിട്ട് മനസ്സിലാവണേന്ന് നോക്കുക. ഇതിങ്ങനെ ഓരോന്നോരോന്നും ആ ഒരു മെയിൻ പോയിന്റിൽ അതെങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും ഹോസ്പിറ്റലിൽ, അതിനെ കുറിച്ച് എങ്ങനെ പ്ലാൻ ചെയ്യാൻ പറ്റും എന്നുള്ളതിന് ആ 3 പോയിന്റുകൾ വീതം ഓരോന്നിലും കൊടുത്തിട്ടുണ്ട് കേട്ടാ. സിമ്പിൾ ആണ് അതൊക്കെ, വെറുതെ വായിച്ചു നോക്കാവുന്നതേ ഉള്ളൂ. രജിസ്ട്രേഷൻ കൗണ്ടറിലോ എൻക്വയറി കൗണ്ടറിലോ ഒക്കെ സൂട്ടബിൾ ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്യുക, തെറ്റായ രീതിയിലുള്ള ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്യാതിരിക്കുക, അതാണ് ഉദ്ദേശിക്കുന്നത്. പേഷ്യന്റ് ഡിസ്ചാർജിന്റെ സമയത്ത് അവർക്ക് വേണ്ട ഹെൽത്ത് സ്റ്റാറ്റസിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്യുക, എപ്പോ അവർ ഫോളോ അപ്പിന് വേണ്ടി വരണം, എന്താണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുക, അത്രേ ഉള്ളൂ.
ക്ലിയർ അല്ലേ? ക്ലിയർ ആണോ? ഒരു കുഞ്ഞു ബോക്സേ പറഞ്ഞുള്ളൂ, ഒന്നാമത്തെ പോയിന്റില് കുഞ്ഞു ബോക്സ്. ബാക്കി ആരും മിണ്ടുന്നില്ലല്ലോ. ഓക്കെ ഓക്കെ. ഇനി രണ്ടാമത്തെ ഏത് രീതിയിൽ നമുക്ക് കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡുകൾ അപ്ലൈ ചെയ്യാം എന്നുള്ളതിന്റെ രണ്ടാമത്തെ പോയിന്റ് ആണ് an open house approach to the visitors without interfering the routine medical care functions. അതായത് രണ്ടാമത്തെ പോയിന്റ്, ഇതെങ്ങനെ നമുക്ക് കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡ് നമുക്ക് എങ്ങനെ യൂസ്ഫുൾ ആക്കാം ഹോസ്പിറ്റലുകളിൽ എന്നുള്ളതിന്റെ രണ്ടാമത്തെ മെത്തേഡാണ് ഒരു ഓപ്പൺ ഹൗസ് അപ്രോച്ച്. അതായത് അവിടെ വരുന്ന വിസിറ്റേഴ്സിനോടൊക്കെ ഒരു തുറന്ന രീതിയിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ പ്രൊസീജിയർ കൊണ്ടുവരാം. എങ്ങനെ? വിത്തൗട്ട് ഇന്റർഫിയറിംഗ് ദ മെഡിക്കൽ കെയർ സിസ്റ്റം, അതായത് അവരുടെ മെഡിക്കൽ സിസ്റ്റത്തെ ബാധിക്കാത്ത രീതിയിൽ, അല്ലെങ്കിൽ വിസിറ്റേഴ്സിനോടോ അല്ലെങ്കിൽ റിലേറ്റീവ്സിനോടോ പേഷ്യൻസിനോടോ ഒക്കെ, പേഷ്യൻസിനോടും നമുക്കറിയാം, അവരെ കൊണ്ടുവരുന്ന റിലേറ്റീവ്സിനോട് നമുക്ക് ആ ഒരു കൺസൾട്ടിങ് ടൈമിൽ നമുക്ക് കാര്യങ്ങളൊക്കെ കൺവേ ചെയ്യാൻ സാധിക്കും. എന്നാൽ വിസിറ്റേഴ്സിനോട് ഏതെങ്കിലും രീതിയിൽ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ എന്താ പറയാ ഇൻഫോം ചെയ്യാനൊക്കെ ഉണ്ടെങ്കിൽ അത് മെഡിക്കൽ കെയറിനെ ഇന്റർഫിയർ ചെയ്യാത്ത രീതിയിലായിരിക്കണം അവരെ അപ്രോച്ച് ചെയ്യേണ്ടത്. അങ്ങനെ ഒരു ഓപ്പൺ ഹൗസ് അപ്രോച്ച് വേണമെങ്കിൽ ഹോസ്പിറ്റൽസിന് പ്രൊവൈഡ് ചെയ്യാം. പക്ഷെ അത് ഹോസ്പിറ്റലിന്റെ മെഡിക്കൽ കെയർ റുട്ടീനെ ബാധിക്കാൻ പാടില്ല. എന്ന് വെച്ചാൽ ദൈനംദിനമായിട്ട് ഹോസ്പിറ്റലിൽ ഇന്ന കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടല്ലോ, അതിനെ ബാധിക്കാത്ത രീതിയിലായിരുന്നു. ഇപ്പൊ പേഷ്യൻസ് വന്നു, പേഷ്യൻസിനെ കൺസൾട്ട് ചെയ്യുന്ന സമയത്താണ് പോയിട്ട് ഒരു ഓപ്പൺ ഹൗസ് അപ്രോച്ച് വിസിറ്റേഴ്സിന് വേണ്ടി കൊടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെയുള്ള ഫിസിഷ്യന്മാരോ അല്ലെങ്കിൽ സ്റ്റാഫുകളോ ഒക്കെ പോയിട്ട് അവിടെ പോയിരുന്നിട്ട് എന്തെങ്കിലും ഒരു മീറ്റിംഗ് പോലെ കണ്ടക്ട് ചെയ്തു, അവർക്ക് കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കുന്നു, അല്ലെങ്കിൽ അവർക്ക് വേണ്ട ഇൻഫർമേഷൻസ് കൊടുക്കുന്നു. അങ്ങനെ കൊടുത്തിട്ട് കാര്യമില്ല. കാരണം അപ്പൊ ഇവിടെ എന്താ, ഇവിടെ ആളുകൾ വന്നിരുന്നിട്ട് രോഗികളെയും കൊണ്ട് വന്നിരിക്കുന്ന ആളുകളും ഒക്കെ ഭയങ്കരമായിട്ട് എന്താ പറയാ, അവരെവിടെ ഒത്തിരി നേരമൊക്കെ അവർ സ്റ്റേ ചെയ്യേണ്ടി വരും. അത് അവർക്ക് ബുദ്ധിമുട്ടാണ്. അപ്പൊ അങ്ങനെയുള്ള മെഡിക്കൽ കെയർ സിസ്റ്റത്തിന്റെ ആ ഒരു റുട്ടീനെ ബാധിക്കാത്ത രീതിയിൽ ഒരു ഓപ്പൺ അപ്രോച്ച്, അപ്പൊ അതിന് വേണ്ടിയിട്ട് ചില കാര്യങ്ങൾ ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം, പബ്ലിക് റിലേഷൻസ് വർദ്ധിപ്പിക്കാൻ സാധിക്കുന്നതാണ്. അതെങ്ങനെയാണെന്നാണ് അവിടെ പറയുന്നത്. ഒന്ന്, ലാർജ് നമ്പർ ഓഫ് വിസിറ്റേഴ്സ്. നമുക്കറിയാം ടു ദ പേഷ്യൻസ് കനോട്ട് ബി അവോയ്ഡ്. നമുക്കറിയാം ഒരു ഹോസ്പിറ്റലില് എന്താ പറയാ, ഹോസ്പിറ്റലിന്റെ കൾച്ചറൽ എത്തോസ് എന്ന് പറഞ്ഞാൽ അവരുടെ സാംസ്കാരികമായിട്ടുള്ള ധാർമ്മികതയെ നിലനിർത്തുന്ന രീതിയിൽ എന്താ പറയാ, അവിടെ ഒരു ഹോസ്പിറ്റലിലെ പല വിസിറ്റേഴ്സ് ഇങ്ങനെ വന്നു പോകും. പക്ഷെ അവരോട് ഇങ്ങനെ വരണ്ട എന്ന് പറയാൻ ഹോസ്പിറ്റലിൽ പറ്റില്ല. അങ്ങനെ ചിന്തിക്കാട്ടെ നിങ്ങള്, അതാണ് അതിന്റെ അർത്ഥം വരുന്നത്. വലിയ കാര്യമായിട്ടൊന്നുമില്ല. ഇതൊരു ഹോസ്പിറ്റലിൽ പല ഭാഗത്തു നിന്നും പല രീതിയിലും പല കാര്യങ്ങൾക്കും വേണ്ടി വിസിറ്റേഴ്സ് വരുന്നുണ്ട്. അവര് വരാൻ പാടില്ല എന്ന് നമുക്ക് അവരെ അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല. ലാർജ്, അത് ഏത് ഹോസ്പിറ്റലിലും വരും വിസിറ്റേഴ്സ്, പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് വരുന്നുണ്ടായിരിക്കും. ഇപ്പൊ മെഡിക്കൽ റെപ്രസെന്റേറ്റീവ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും, ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ടീച്ചേഴ്സും അല്ലെങ്കിൽ മറ്റേ റിലീജിയസ് ഗ്രൂപ്പുകാരൊക്കെ ഒരു എന്താ പറയുക ഒരു ടൂർ ഇതുപോലെയുള്ള ഹോസ്പിറ്റലിലേക്ക് നടത്താൻ, അപ്പൊ അത് അവർ വിസിറ്റേഴ്സ് ആണ്. പിന്നെ പഠിക്കുന്നതിന്റെ ഭാഗമായിട്ട് കുട്ടികൾ സർവേക്കോ അങ്ങനെ മറ്റു കാര്യങ്ങൾക്കോ എന്തെങ്കിലും അവരുടെ പ്രോജക്ട് റിപ്പോർട്ടുകളൊക്കെ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് പ്രോജക്ടിന്റെ ഭാഗത്തുമായിട്ട് വരും. അപ്പൊ ഒരുപാട് വിസിറ്റേഴ്സ് ഹോസ്പിറ്റലിൽ വരുന്നുണ്ട്. പക്ഷെ ഈ ലാർജ് നമ്പർ ഓഫ് വിസിറ്റേഴ്സിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അവരെ കണ്ടില്ല എന്ന് വെക്കാൻ പറ്റില്ല, അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല എന്നാണ് പറഞ്ഞേക്കണേ. അപ്പൊ അവരെ നമുക്ക് ഉൾക്കൊള്ളേണ്ടി വരും, അവരോട് ഡീൽ ചെയ്യേണ്ടി വരും, ആ ഡീലിങ്സും നമ്മൾ നടത്തേണ്ടി വരും എന്നാണ്. പിന്നെ ഈ ഇത്തരം റിലേറ്റീവ്സ് അല്ലെങ്കിൽ വിസിറ്റേഴ്സ് എന്താ പറയാ, ഡോക്ടേഴ്സിന്റെയോ അല്ലെങ്കിൽ അവിടെ ഒരു സീനിയർ ആയിട്ടുള്ള ഒരു നേഴ്സ്, ഒരു എന്താ പറയാ കുറച്ച് എന്താ പറയാ നേഴ്സിന്റെ ഒക്കെ സീനിയർ ആയിട്ടുള്ള ഒരാള്, അല്ലെങ്കിൽ ഒരു ഡോക്ടർ, കൺസൾട്ടിങ്ങിന് ഒന്നും വലിയ കാര്യമായിട്ടൊന്നും പോകണ്ടാത്ത ഒരു ഡോക്ടർ, ഇവരൊക്കെ നമുക്ക് അതിന് വേണ്ടിയിട്ട് നിയോഗിക്കാം. അല്ലെങ്കിൽ ഹോസ്പിറ്റൽസിൽ വേണമെങ്കിൽ അങ്ങനെയുള്ള ഒരാളുകളെ അതിന് വേണ്ടിയിട്ട് സെറ്റ് ചെയ്ത് വെക്കാം. കാരണം വെൻ ദേ ആസ്ക് സം ക്വസ്റ്റ്യൻസ്, ഇപ്പൊ റിലേറ്റീവ്സോ വിസിറ്റേഴ്സോ അല്ലെങ്കിൽ പേഷ്യൻസിന്റെ ആരെങ്കിലും ഒക്കെ വന്നിട്ട് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ സംസാരിക്കാനൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ഒരാളെ നമ്മൾ അവിടെ മാറ്റി നിർത്തുകയാണെങ്കിൽ, അതായത് അവർക്ക് കൺസൾട്ടേഷൻസ് അധികമില്ല, ഈ സീനിയർ നേഴ്സിനും അതുപോലെ തന്നെ വേറെ അധികപ്പെടുത്ത ജോലികളൊന്നുമില്ല, അങ്ങനെ ഉണ്ടെങ്കിൽ ഇവർക്ക് ഭയങ്കര എക്സ്പീരിയൻസ്ഡും ആയിരിക്കുള്ളൂ. അപ്പൊ അവർക്ക് എന്ത് ചെയ്യാം, അവരുടെ അനുഭവത്തിൽ നിന്ന്, അവർക്ക് ആ ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടിയ എക്സ്പീരിയൻസിൽ നിന്ന് അവർക്ക് കുറെ കാര്യങ്ങൾക്ക് സൊല്യൂഷൻസ് കൊടുക്കാൻ പറ്റും. അപ്പൊ എന്തെങ്കിലുമൊക്കെ ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്യാനുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ഒരാളെ അങ്ങോട്ട് മാറ്റി നിർത്തി കഴിഞ്ഞാൽ അത് മെഡിക്കൽ റുട്ടീനിന്റെ ഇതിനെ ബാധിക്കുകയുമില്ല. ആൻഡ് ദേ ക്യാൻ ഗിവ് സൊല്യൂഷൻസ് ടു ദ, ഇതുപോലെയുള്ള കാര്യങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സൊല്യൂഷൻസ് കൊടുക്കാനോ വിസിറ്റേഴ്സിന് എന്തെങ്കിലും ഇൻഫർമേഷൻസ് കൊടുക്കാനോ ഒക്കെ പറ്റും. അപ്പൊ അവരുടെ ഹെൽത്ത് കെയർ സിസ്റ്റത്തിന്റെ ആ റുട്ടീനെ ബാധിക്കുന്ന പ്രശ്നവും വരുന്നില്ല. മനസ്സിലായോ? ക്ലിയർ ആയോ എന്താണെന്നത്? ഈ രണ്ട് പോയിന്റുകൾ ഒന്ന് കണക്ട് ചെയ്താണ് പറയേണ്ടത്. ഒന്നാമത്തെ പോയിന്റ്, നമുക്ക് ലാർജ് നമ്പർ ഓഫ് വിസിറ്റേഴ്സിനെ ഒരു ഹോസ്പിറ്റലിന്റെ സോഷ്യോ കൾച്ചറൽ എത്തോസ് പ്രകാരം നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്നതല്ല.
അപ്പൊ അങ്ങനെ ഒഴിവാക്കാൻ പറ്റാതെ വരുമ്പോ എന്ത് ചെയ്യേണ്ടി വരും? നമുക്ക് അവിടുത്തെ ഹോസ്പിറ്റലിന്റെ റുട്ടീനെ ബാധിക്കാത്ത രീതിയിൽ, അതായത് ഹെൽത്ത് കെയർ സിസ്റ്റത്തിന്റെ മെഡിക്കൽ കെയറിനെ ബാധിക്കാത്ത രീതിയിൽ ഒരു സീനിയർ നേഴ്സോ അല്ലെങ്കിൽ ഒരു എന്താ പറയാ ഒരു ഫിസിഷ്യനോ അവർക്ക് വേണ്ട നിർദ്ദേശങ്ങളോ ഇൻഫോർമേഷൻസോ അവരുടെ ക്വറീസിന് ആൻസേഴ്സോ കണ്ടെത്തി കൊടുക്കാനായിട്ട് അവൈലബിൾ ആക്കി നിർത്തി കഴിഞ്ഞാൽ ദേ ക്യാൻ മേക്ക് സം കോൺവെർസേഷൻ ബിറ്റ്വീൻ ദം. അവരുമായിട്ട് എന്തെങ്കിലുമൊക്കെ കോൺവെർസേഷൻസ് നടത്താനും, അതുപോലെ തന്നെ എന്താ പറയാ ഇതുപോലെ തന്നെ ഈ ഡ്യൂറിങ് വിസിറ്റിംഗ് അവേഴ്സ് ഒക്കെ അവർക്ക് വേണ്ടിയിട്ട് അതിന് വേണ്ടിയിട്ട് സ്പെഷ്യൽ ആയിട്ട് മാറ്റി വെച്ചിട്ട് ആ വിസിറ്റിംഗ് അവേഴ്സിൽ അവരെ ഡീൽ ചെയ്യാനും ഒക്കെ സാധിക്കും എന്നുള്ളതാണ് പ്രത്യേകത. അപ്പൊ അതൊരു നല്ല റിലേഷൻസിലേക്ക് പോകും. ഇനി മാത്രമല്ല ചില സമയത്ത് ദേ ഹാവ് ടു മേക്ക് അഡ്മിനിസ്ട്രേറ്റീവ് റൗണ്ട്സ് ബൈ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ്. ഹോസ്പിറ്റലിന്റെ അഡ്മിനിസ്ട്രേറ്റർ ഉണ്ടാവുമല്ലോ അല്ലെ നമ്മൾ പഠിക്കുന്നത്. അപ്പൊ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ് ഉണ്ടെങ്കിൽ അവർ ഇടയ്ക്കിടയ്ക്ക് ഹോസ്പിറ്റലിന്റെ പല ലെവൽസിൽ ഡിഫറെന്റ് ലെവൽസ് ഉണ്ടായിരിക്കും. ആ ലെവൽസിൽ ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റുകൾ ഉണ്ടായിരിക്കും. ഈ ഡിപ്പാർട്ട്മെന്റുകളിലോ ഡിഫറെന്റ് ലെവൽസിലോ ഒക്കെ ഇടയ്ക്കിടയ്ക്ക് ഒരു ചെറിയ ഒരു സന്ദർശനം, ഒരു ചെറിയ റൗണ്ട് നടത്തുക. ഡോക്ടേഴ്സ് പേഷ്യൻസിനെ അവരുടെ കീഴിലുള്ള പേഷ്യൻസിനെ റൗണ്ട് ചെയ്യാൻ പോകുമല്ലോ കാലത്ത് തന്നെ അല്ലെ. ഇൻ പേഷ്യൻസിനെ റൗണ്ട് ചെയ്യാൻ പോയിട്ടാണ് പിന്നെ ഔട്ട് പേഷ്യൻസിനെ ഡീൽ ചെയ്യാനായിട്ട് അവരുടെ എന്താ പറയാ മുറിയുടെ വാതിൽ വന്നിരിക്കുക. അപ്പൊ അതിനു മുമ്പ് അതേപോലെ തന്നെ അഡ്മിനിസ്ട്രേറ്റേഴ്സും ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെയുള്ള വിസിറ്റുകളൊക്കെ പല ലെവൽസിൽ നടത്തുക. പല സ്ഥലങ്ങളിലൊക്കെ പോയിട്ട്, അതായത് ഹോസ്പിറ്റലിനകത്തുള്ള ഡിഫറെന്റ് ലെവൽസിലൊക്കെ ഒന്ന് റൗണ്ടിങ് നടത്തുക. അപ്പോൾ ദേ ക്യാൻ ഗെറ്റ് സം ഇൻഫോർമേഷൻസ്. പല സ്ഥലങ്ങളിൽ നിന്നും അവർക്ക് ഒരുപാട് ഇൻഫോർമേഷൻസ് കളക്ട് ചെയ്യാൻ സാധിക്കും. അങ്ങോട്ടേക്ക് എന്തെങ്കിലും കൊടുക്കാണെങ്കിൽ അതും സാധിക്കും എന്നുള്ളതാണ്. അപ്പൊ രണ്ടാമത്തേത് ഒരു ഓപ്പൺ ഹൗസ്, ഒരു വിസിറ്റേഴ്സ് അപ്രോച്ച് ആണ് എന്താണ് ഹെൽത്ത് കെയർ സിസ്റ്റത്തിന്റെ റുട്ടീനെ ബാധിക്കാത്ത രീതിയിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് രണ്ടാമത്തെ കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡ് അപ്ലൈ ചെയ്യാനുള്ള ഒരു വഴി എന്ന് പറയുന്നത്. അതില് 3 രീതിയിലാണ് പറഞ്ഞേക്കുന്നത്. 3 രീതി എന്ന് പറയുന്നത് ലാർജ് നമ്പർ ഓഫ് വിസിറ്റേഴ്സ് ഒരു ഹോസ്പിറ്റലിൽ എപ്പോഴും ഉണ്ടാകാം. എല്ലാ ദിവസവും ഡേ ടു ഡേ എല്ലാ ദിവസവും ഉണ്ടാകാതിരിക്കാം. പക്ഷെ ദേ കനോട്ട് ബി അവോയ്ഡ്. അവരെ നമുക്ക് കണ്ടില്ല എന്ന് വെക്കാൻ പറ്റില്ല. അപ്പോൾ മെഡിക്കൽ കെയറിനെ ബാധിക്കാത്ത രീതിയിൽ അവിടെ ഒരു അപ്രോച്ച് ചെയ്യണമെങ്കിൽ അവരുടെ ക്വറീസിന്, അവരുടെ ക്വസ്റ്റ്യൻസിന്, അവരുടെ മറ്റു കാര്യങ്ങൾക്കൊക്കെ എന്തെങ്കിലുമൊക്കെ സൊല്യൂഷൻസ് കൊടുക്കണമെങ്കിൽ എന്ത് ചെയ്യണം? അവിടെ ഒരു ഫിസിഷ്യനോ ഒരു നേഴ്സ്, എന്താ പറയാ സീനിയർ നേഴ്സോ അവർക്കുമായിട്ട് ഒരു കോൺവെർസേഷൻ, കോൺസർവന്റ് എന്ന് പറയുന്ന കോൺവെർസേഷൻ ആളുകളുമായിട്ടൊക്കെ നടത്തുന്നതിന് അവൈലബിൾ ആകുന്ന രീതിയിൽ എപ്പോഴും അവിടെ ഉണ്ടായിരിക്കണം ഡ്യൂറിങ് ദ വിസിറ്റിംഗ് അവേഴ്സ്. ആ വിസിറ്റിംഗ് അവേഴ്സിലായിരിക്കണം കേട്ടോ. വിസിറ്റിംഗ് അവേഴ്സ് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ നിൽക്കേണ്ട ആവശ്യമില്ല. വിസിറ്റിംഗ് അവേഴ്സ് ഉണ്ടായിരിക്കും. അപ്പൊ ഹോസ്പിറ്റലിന്റെ അവരുടെ ഒരു ഇതിലുണ്ടാവുമല്ലോ, ഇന്ന സമയം മുതൽ ഇന്ന സമയം വരെയാണ് വിസിറ്റേഴ്സിന്റെ സമയം. അപ്പൊ അവിടെ വരുന്ന സമയത്ത് അവരൊക്കെ ഉണ്ടെങ്കിൽ അവർക്കുമായിട്ട് എന്തെങ്കിലും തരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻസ് ഒക്കെ നടത്താൻ സാധിക്കും. ഇനി അഡ്മിനിസ്ട്രേറ്റീവ് ലെവലിലുള്ള ആളുകൾ അഡ്മിനിസ്ട്രേറ്റേഴ്സ് ആണ്. അവർ ഡിഫറെന്റ് ലെവൽസ് ഓഫ് ദ ഹോസ്പിറ്റൽ എന്ത് ചെയ്യണം? ദേ ഹാവ് ടു മേക്ക് സം റൗണ്ട്സ്. അവർ ഇടയ്ക്കിടയ്ക്ക് റൗണ്ട് നടത്താം. ഇൻഫോർമൽ, അതായത് അങ്ങനെ റൗണ്ട് നടത്തി അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ അങ്ങോട്ട് കൊടുക്കാനോ അവരിൽ നിന്ന് ഇൻഫോർമേഷൻസ് ഇങ്ങോട്ട് സ്വീകരിക്കാനോ പറ്റും. ഇനി ആ ഒരു റൗണ്ട്സ് നടത്തുന്ന സമയം അതൊരു ഇൻഫോർമൽ ആയിട്ട് വേണം എന്ന് വെച്ചാൽ ഒരു ഫോർമാലിറ്റിയുടെ രീതിയിലുള്ള എന്താ പറയാ അപ്രോച്ച് ആയിരിക്കരുത്. ഇൻഫോർമൽ രീതിയിൽ. ഫോർമലിന്റെ ഓപ്പോസിറ്റ് ആണ്. ഫോർമൽ എന്ന് വെച്ചാൽ ഭയങ്കര ഫോർമാലിറ്റിയിലൊക്കെ അവരോട് ചെന്ന് എന്താ പറയാ സംസാരിക്കുമ്പോൾ ചിലപ്പോൾ എല്ലാ കാര്യങ്ങളും അവർ ഓപ്പൺ ആയിട്ട് പറഞ്ഞു എന്ന് വരില്ല. ഒരു ഇൻഫോർമൽ ടോക്ക് ആയിരിക്കണം. സാധാരണഗതിയിലുള്ള കുറച്ച് ഫ്രണ്ട്ലി മാനറിലൊക്കെ അവരോട് സംസാരിച്ച് കാര്യങ്ങൾ വേണമെങ്കിൽ ഇൻഫോർമേഷൻസ് ഇങ്ങോട്ട് കളക്ട് ചെയ്യാം. അവർക്കും വേണ്ട നിർദ്ദേശങ്ങൾ നമുക്ക് ഒരു ഫ്രണ്ട്ലി മാനറിൽ അങ്ങോട്ടേക്കും കൊടുക്കാനായിട്ട് സാധിക്കണം. അത് നല്ല ഒരു ഗുഡ് റിലേഷൻസ് വിത്ത് പബ്ലിക് സാധ്യമാക്കുന്നതാണ്. ഒന്ന് വേഗം വായിച്ചു നോക്കാം കേട്ടോ. സെക്കൻഡ് പോയിന്റ്.
ഹലോ, വായിച്ചു കഴിഞ്ഞോ? കഴിഞ്ഞു മിസ്. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്തത് നോക്കാം. അടുത്ത എന്താ? നിങ്ങളൊന്നും മിണ്ടലില്ല. സിഗ്നേച്ചർ ആൻഡ് നെയിം ബോർഡ്സ്. കേൾക്കാമോ? കേക്കണല്ലേ? കേൾക്കുന്നുണ്ട്. സിഗ്നേച്ചർ ആൻഡ് നെയിം ബോർഡ്സ് ആണ് തേർഡ് പോയിന്റ്. സിഗ്നേച്ചർ എന്നല്ല കേട്ടോ, സൈനേജ് ആൻഡ് നെയിം ബോർഡ് ആണ്. സൈനേജ് ആൻഡ് നെയിം ബോർഡ് ആണ് അടുത്ത പോയിന്റ്. അപ്പൊ നോക്കാം, ഇതും ഒരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള, അതായത് മറ്റുള്ളവർക്ക് ഹോസ്പിറ്റൽസിന്റെ എന്താ പറയാ അകത്തുള്ള കാര്യങ്ങളെ പുറത്തേക്ക് എന്താ പറയാ കൊടുക്കാനുള്ള ഒരു മറ്റൊരു രീതി കൂടിയാണ്. അതും ഒരു കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡ് ഓഫ് പബ്ലിക് റിലേഷൻ ആണ്. അത് സൈനേജ് ആൻഡ് നെയിം ബോർഡ്. അതായത് എന്തായിരിക്കും സൈനേജ് എന്നൊക്കെ നമ്മള് നേരത്തെ നിങ്ങൾ കേട്ടിട്ടുണ്ട് ആ വാക്ക്. ഞാൻ എടുത്തിട്ടില്ല, വേറെ ടീച്ചർ എടുത്തപ്പോ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും അല്ലെ? സൈനേജ് എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ടാവില്ല? എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? എവിടെയാ? ആശുപത്രിയിലെ ബോർഡുകൾ വെക്കും, സൈനേജ് ബോർഡ്. അതന്നെ, ലബോറട്ടറി സർവീസസ് എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ പഠിച്ചില്ലേ? ലബോറട്ടറി സർവീസസ്. അതിനകത്ത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. അത് ഞാനല്ല നിങ്ങൾക്ക് എടുത്ത, മുമ്പ് ഒരു ടീച്ചറാണ്. അപ്പൊ ലബോറട്ടറി സർവീസസ് എന്ന് പറഞ്ഞപ്പോ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ലാബിന്റെ പുറത്ത് ഒരു സൈൻ ബോർഡുകൾ, അതായത് സൈനേജ് എന്ന് പറയുമ്പോൾ സൈൻ ബോർഡുകളാണ്. അതായത് പല കാര്യങ്ങളും, എന്തൊക്കെ ടെസ്റ്റിങ്ങുകളാണ് അവിടെ നടത്തുന്നത്, ആ ലാബിന്റെ അകത്ത് നടക്കുന്നത്, അതിന്റെ രജിസ്ട്രേഷൻ നമ്പർ, അങ്ങനെ എന്തൊക്കെ, അതിന്റെ ഒക്കെ ഓരോന്നിന്റെ ഫീസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ബോർഡ് വെക്കണം എന്ന് പറഞ്ഞു അല്ലെ? അതുപോലെ തന്നെ സൈനേജ് എന്ന് പറഞ്ഞ ബോർഡ് തന്നെയാണ് നെയിം ബോർഡുകളൊക്കെ. ഈസി ടു ഫോളോ സൈനേജ് ആൻഡ് ബോർഡ്സ്. അതായത് എന്താ പറയാ, ഈ സൈനേജും ബോർഡും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാകും. ഇന്ന കാര്യമാണ്, ഇതിവിടെ ഇന്നതാണ് അല്ലെ? ഇപ്പൊ ഹോസ്പിറ്റലിന്റെ ഒരു ഏരിയയിൽ ചെന്ന് കഴിയുമ്പോ ഇന്ന ഒരു ബോർഡില്, ഇപ്പൊ നമ്മള് ലുലുലൊക്കെ പോകുമ്പോ താഴെയൊക്കെ ഇങ്ങനെ ഓരോ ഇത് വെച്ചിട്ടുണ്ടായിരിക്കും, ഓരോ ഫ്ലോറിലും വെച്ചിട്ടുണ്ടായിരിക്കും. നമുക്ക് അത് നോക്കിയിട്ട് അതിനകത്തെ മാപ്പ് നോക്കിയിട്ട് നമുക്ക് ഏത് ഫ്ലോറിൽ എന്തൊക്കെ ഉണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ ഈ ഹോസ്പിറ്റൽസിലും പല സൈൻ ബോർഡുകളൊക്കെ വെച്ച് കഴിയുമ്പോൾ അവിടേക്ക് ഇന്ന ഇന്ന ഫെസിലിറ്റീസ് ഇന്ന സ്ഥലത്തുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അത് ഈസി ഫോളോ അപ്പിന് ഒരു ഘടകമാണ്. ഇനി ഫ്ലോർ പ്ലാൻസ് ഡിസ്പ്ലേഡ് അറ്റ് സ്ട്രാറ്റജിക് പ്ലേസസ്. ഓരോ ഫ്ലോറിലും എന്തൊക്കെയാണ് നടക്കുന്നത്, ആ ഫ്ലോറിന്റെ പ്ലാന്, ഓരോ ഫ്ലോറിന്റെയും പ്ലാനുകളും അവിടെ ഇവിടെയൊക്കെ എന്താ പറയാ പ്രത്യേക സ്ഥലങ്ങളിൽ എന്താ പറയാ ഇൻസ്റ്റാൾ ചെയ്തിരിക്കണം, അല്ലെങ്കിൽ ഡിസ്പ്ലേ ചെയ്തിരിക്കണം എന്നാണ്. ഫ്ലോറിന്റെ പ്ലാൻ എന്ന് പറയുമ്പോൾ ഈ ഫ്ലോറിലാണ് എന്താ പറയാ ഫാർമസി ഉള്ളത്, ആ ഫ്ലോറിന്റെ ഈ അറ്റത്താണ് മറ്റൊരു ഇതുള്ളത്, വാർഡുള്ളത്, അല്ലെങ്കിൽ ഇന്ന സാധനം, ഈ ലാബ്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ആ ഫ്ലോറിന്റെ ഒരു പ്ലാന് എന്തായാലും ഓരോ സ്ട്രാറ്റജിക് പ്ലേസുകളിൽ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. പിന്നെ നമ്പർ ഇട്ടിരിക്കണം എല്ലാ റൂംസിനും. വാർഡിൽ കിടക്കുന്ന വാർഡല്ല, ഓരോ മുറികളൊക്കെ ഉണ്ടാവുമല്ലോ, മുറികൾക്കൊക്കെ ഓരോന്നിനും നമ്പർ ചെയ്തിരിക്കണം. നമ്പർ ഈസി ടു ആക്സസ് ആണ്. നമുക്ക് എല്ലാവർക്കും എത്രയും പെട്ടെന്ന് അതിന്റെ മുറി മേക്ക് ഔട്ട് ചെയ്ത് ഐഡന്റിഫൈ ചെയ്ത് ആളുകൾ പേഷ്യൻസിനെ വിസിറ്റ് ചെയ്യുന്നവർക്കോ ഒക്കെ വേണമെങ്കിൽ എളുപ്പം എത്തിച്ചേരാനായിട്ട് സാധിക്കും. ഇന്ന ഓരോ ഫ്ലോറിലും എത്ര നമ്പർ തുടങ്ങി എത്ര നമ്പർ വരെ ഉണ്ടെന്നും കൂടി ഒക്കെ ഡിസ്പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ അതും എളുപ്പമായിരിക്കും അല്ലെ? പിന്നെ പേഷ്യന്റ് ഇൻഫോർമേഷൻ ബ്രൗഷർ, അതായത് പേഷ്യൻസിനെ കുറിച്ചിട്ടുള്ള ഇൻഫോർമേഷൻസ്. ഇപ്പൊ ഏതെങ്കിലും ഒരു പേഷ്യന്റ് കിടക്കുന്നുണ്ട്, വിസിറ്റർക്ക് പുറത്തുനിന്ന് വരുമ്പോ ആ ആള് ഏത് റൂമിലാണ് ഏത് ഫ്ലോറിലാണെന്നൊന്നും മനസ്സിലാവില്ല. അപ്പൊ ഒരു ഫസ്റ്റ് തന്നെ എന്താ പറയാ ചിലപ്പോ എൻട്രൻസിലാകാം, അല്ലെങ്കിൽ എന്താ പറയാ റിസപ്ഷനിലാകാം, ആ ഹോസ്പിറ്റലിൽ ഏതൊക്കെ ഫ്ലോറിൽ ഏതൊക്കെ പേഷ്യൻസ് ഉണ്ട് ആ നെയിം അടക്കം അവിടെ എഴുതി വെച്ച് കഴിഞ്ഞാൽ അതിൽ നിന്ന് ആളുകൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ ഒരു പേഷ്യന്റിനെ കുറിച്ചിട്ടുള്ള ഇൻഫോർമേഷൻസിന്റെ ഒരു ബ്രോഷർ. പിന്നെന്താ പറയാ വിസിറ്റേഴ്സിന്റെ ഗൈഡ്, വിസിറ്റേഴ്സിനെ ഗൈഡ് ചെയ്യാനായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ. ചിലപ്പോ ചില സ്ഥലങ്ങളിൽ ഗൈഡായിട്ട് ആളുകൾ തന്നെയായിരിക്കും. ചെല്ലുമ്പോ തന്നെ എവിടെയാണ് പോകണ്ടേ, ആരെ കാണണം, അല്ലെങ്കിൽ എവിടെ എത്തണം എന്നുള്ള ഒരു ഗൈഡ്, അത് അങ്ങനെയൊക്കെ പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ അതും ഒരു നല്ല രീതിയായിരിക്കും. അപ്പോ ആളുകളെ ഒരു ഹോസ്പിറ്റലിൽ ഏതൊക്കെ വിസിറ്റേഴ്സ് വരുന്നുണ്ടോ അവരെ എല്ലാവരെയും എല്ലായിടത്തും മീറ്റ് ചെയ്യുമ്പോൾ അവർക്ക് വേണ്ടി വരുന്ന ആവശ്യങ്ങൾ എന്തൊക്കെയായിരിക്കാം, ആ ആവശ്യങ്ങൾ അറിഞ്ഞ് ബാക്കിയുള്ള സൗകര്യങ്ങളൊക്കെ ഒരുക്കി കൊടുക്കുക ഹോസ്പിറ്റലിൽ. അതൊരു കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡാണ്. അപ്പൊ ഏതൊക്കെയാണ്
എന്തൊക്കെയാണ് സൈനേജ് ആൻഡ് നെയിം ബോർഡുകളാണ് വേണ്ടത്. അത് സൈനേജും അല്ലെങ്കിൽ നെയിം ബോർഡുകളൊക്കെ ഈസി ഫോളോ അപ്പിന് നമുക്ക് സഹായകരമാകും. ഓരോരുത്തർക്കും അതായത് ഹോസ്പിറ്റലിലേക്ക് പ്രവേശിക്കുന്ന എല്ലാവർക്കും. പിന്നെ ഫ്ലോർ പ്ലാനുകൾ ഡിസ്പ്ലേ ചെയ്തിരിക്കണം. മറ്റ് സ്ട്രാറ്റജിക് പ്ലേസസ് ഏതൊക്കെ സ്ഥലങ്ങളിലൊക്കെ വേണമെന്ന് നോക്കി അവിടെയൊക്കെ ഫ്ലോർ പ്ലാനുകൾ രൂപീകരിച്ച് വെച്ചാൽ നല്ലതായിരിക്കും. റൂംസിന് നമ്പർ ഇടുന്നത് നല്ലതാണ്. പേഷ്യന്റ് ഇൻഫോർമേഷൻ ബ്രൗഷറും അതുപോലെ തന്നെ വിസിറ്റേഴ്സിന് ഒരു ഗൈഡും ഒക്കെ പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിലും അതും നല്ലൊരു റിലേഷൻ കീപ്പ് ചെയ്യാനായിട്ട് എളുപ്പമായിരിക്കും. ഓക്കെ, അതും കൂടി ഒന്ന് വേഗം വായിച്ചേ. ഓക്കെ, അടുത്ത നോക്കുക. 4ാമത്തെ പോയിന്റ് എന്താണെന്ന് നോക്കിയേ. നമുക്ക് ഏത് രീതിയിൽ കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡ് അപ്ലൈ ചെയ്യാം എന്നുള്ളതിന്റെ 4ാമത്തെ പോയിന്റ് ആണ്. നോക്കിയേ, എന്താണത്? കംപ്ലൈന്റ്സ്, കോംപ്ലിമെന്റ്സ് ആൻഡ് സജഷൻസ്. അതായത് ഹോസ്പിറ്റലിൽ വരുന്ന ആളുകൾക്ക് സാധാരണഗതിയിൽ ഉണ്ടാകുന്ന ചില കാര്യങ്ങളാണ് ഇത്. കംപ്ലൈന്റ് ഉണ്ടാകാം, കോംപ്ലിമെന്റുകളും കൊടുക്കാനുണ്ടാകാം, ചിലപ്പോൾ ചില സജഷൻസ് നമുക്ക് കൊടുക്കാനുണ്ടായിരിക്കാം. ഇതൊക്കെ എങ്ങനെയാണ് നമുക്ക് സോൾവ് ചെയ്യാം? അതെന്താണ്? എ പ്രൊവിഷൻ ടു ലിസൺ ടു വെർബൽ കംപ്ലൈന്റ്സ് ഇൻസ്റ്റെഡ് ഓഫ് ഇൻസിസ്റ്റിംഗ് ദം ടു എ റിട്ടൺ വൺ. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്. ഹോസ്പിറ്റലിൽ വരുന്ന ആളുകൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള കംപ്ലൈന്റുകൾ ഉണ്ടെങ്കിൽ അത് ലിസൺ ചെയ്യാനും എന്നിട്ട് ലിസൺ ചെയ്ത് അതിന് സൊല്യൂഷൻസ് കൊടുക്കാനും ഒക്കെ ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ അത് നല്ലൊരു റിലേഷൻ ആയിരിക്കും. ഇഫ് യു ആർ ഇൻസിസ്റ്റിംഗ് ദം ടു ഗിവ് എ റിട്ടൺ കംപ്ലൈന്റ്, അതേസമയം നമ്മൾ വാശി പിടിക്കുകയാണ്, വേണ്ട നിങ്ങൾക്ക് കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ അവിടെ പോയിട്ട് എഴുതി കൊടുത്തോ, അതൊരു ആ ഒരു സ്റ്റൈൽ തന്നെ മാറി അല്ലെ. നമ്മളപ്പോ അത് ഒരു പേഷ്യന്റ് വന്നിട്ട് അല്ലെങ്കിൽ പേഷ്യന്റിനെ വിസിറ്റ് ചെയ്യുന്ന ആള് വന്നിട്ട് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു കാര്യമുണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മളോട് വന്നിട്ട് ഹോസ്പിറ്റലിലെ ആളുകൾ ആരെങ്കിലും ആകാം, ചിലപ്പോൾ അവിടെയുള്ള നഴ്സിനോടായിരിക്കാം അല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്റ്റാഫിനോടായിരിക്കും നമ്മൾ വന്നിട്ട് പറയുമ്പോ നമ്മളത് കാണുമ്പോൾ അറിയാലോ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. അപ്പൊ ആളുടെ അടുത്ത് അവർക്ക് നേരെ ആരെയാണോ കാണുന്നത് അവരോടായിരിക്കും അവരവരുടെ കാര്യങ്ങൾ പറയുക. അപ്പൊ അത് ആര് തന്നെ ആയിരിക്കും, എന്റെ ഡിപ്പാർട്ട്മെന്റിൽ പെട്ട കാര്യമല്ല, എനിക്ക് അതുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത ആളാണ് എന്ന് അല്ല നമ്മൾ കൊടുക്കേണ്ട ആൻസർ. നമ്മൾ അതൊന്ന് കേൾക്കാനായിട്ട് ശ്രദ്ധിക്കുക. എന്ന് വെച്ചാൽ അവർക്ക് എന്താണോ ആവശ്യം നമുക്ക് മനസ്സിലാവുമല്ലോ, ഒരു മനുഷ്യൻ പറയുന്ന ഒരു ഭാഷയിലൂടെ കാര്യം മനസ്സിലാകും. എന്നിട്ട് അതിന് ഉള്ള സൊല്യൂഷൻസ് വെദർ ദേ ക്യാൻ ഗിവ് ഇറ്റ്, അവർക്ക് അത് കൊടുക്കാൻ പറ്റുമെങ്കിൽ ദേ ക്യാൻ ഗിവ്, അല്ലെങ്കിൽ അവരെന്ത് ചെയ്യണം, കുറച്ച് സാവകാശം 1 മിനിറ്റ് അല്ലെങ്കിൽ 2 മിനിറ്റ് പറഞ്ഞിട്ട് അവരോട് ഒരു നല്ല മയത്തിൽ തന്നെ ഒരു ഇൻഫോർമൽ മാനറിൽ അവരോട് അതിനെ ഡീൽ ചെയ്ത് ഇപ്പൊ ഇതിനുള്ള മറുപടി ഞാനൊന്ന് ചോദിച്ചിട്ട് വന്നിട്ട് പറയാം, അപ്പൊ തന്നെ അതങ്ങോട്ട് കൊടുക്കുക. അതാണ് പറഞ്ഞത്, പെട്ടെന്ന് ക്വിക്ക് ആൻസർ ആയിരിക്കണം കൊടുക്കണ്ടേ. അത് കുറച്ച് ആളുകളെ ലാഗടിപ്പിക്കുമ്പോ എല്ലാവർക്കും സമയം വിലപ്പെട്ടത് തന്നെയാണ്. അപ്പൊ നമ്മൾ അവിടെ വന്നിട്ട് അയ്യോ അത് എനിക്കറിയില്ല, നിങ്ങൾ അവിടെ പോയി ചോദിക്കി, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് ഇതൊന്നും ഇവിടെ വന്ന് പറയേണ്ട കാര്യമില്ല, ഇത് എന്റെ ഡിപ്പാർട്ട്മെന്റ് വിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ അവിടെ ഒരു പരാതിയായിട്ട് എഴുതി അവിടെ കൊടുക്കുക എന്നൊക്കെ പറയുമ്പോൾ അതൊരു നല്ല രീതിയല്ല ആളുകളെ ഡീൽ ചെയ്യുന്നത്. പബ്ലിക് റിലേഷൻസ് ഗുഡ് ആകണമെങ്കിൽ, നല്ല രീതിയിലുള്ള ഗുഡ് റിലേഷൻസ് പബ്ലിക്കുമായിട്ട് കീപ്പ് ചെയ്യണമെങ്കിൽ അത് അവര് പറയുന്ന കംപ്ലൈന്റുകൾ ലിസൺ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഒരു പോയിന്റ്. ഇനി മാത്രമല്ല പ്രൊവിഷൻസ് ഫോർ സജഷൻ ബോക്സസ്, ഇനി എന്തെങ്കിലും തരത്തിലുള്ള സജഷൻസ് ഉണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് ഒരു സജഷൻ ബോക്സ് എങ്ങനെയെങ്കിലും പ്രൊവൈഡ് ചെയ്യാൻ നോക്കുക. കോംപ്ലിമെന്റ്സ് കൊടുക്കേണ്ടതാണെങ്കിൽ കോംപ്ലിമെന്റ് കൊടുക്കാനുള്ള സൗകര്യങ്ങൾ കൂടി എന്താ പറയാ ഏർപ്പെടുത്തുക. ഇപ്പൊ ചിലപ്പോൾ കോംപ്ലിമെന്റുകൾ ചിലപ്പോൾ നമുക്ക് പറയാനോ വളരെ സാറ്റിസ്ഫാക്ടറി ആണ്, വളരെ ഗുഡ് എക്സ്പീരിയൻസ് ആണ് ഞാനിവിടെ ഈ ഹോസ്പിറ്റലിൽ വന്നിട്ട് എനിക്കുണ്ടായത്, ഇവിടുത്തെ സ്റ്റാഫിനോടും അല്ലെങ്കിൽ മറ്റു ആളുകളോടൊക്കെ ഇടപഴകിയപ്പോ ഐ ഗുഡ് എക്സ്പീരിയൻസ്, എനിക്കൊരു നല്ല എക്സ്പീരിയൻസ് ആണ്, അത് നിങ്ങൾ എന്താ പറയാ നിങ്ങൾ അതിന് നല്ല അഭിനന്ദനം അർഹിക്കുന്നതാണ്, അല്ലെങ്കിൽ നമുക്ക് അതിനോട് കീപ്പ് ഇറ്റ് അപ്പ് എന്നോ കൺഗ്രാജുലേഷൻ നമുക്ക് അങ്ങനെയൊക്കെ വേണമെങ്കിൽ എഴുതിയിടാം. സജഷൻസ് ആ രീതിയിലും ആകാം. അപ്പൊ ഇതിനൊക്കെ വേണ്ടിയിട്ട് ഒരു ബോക്സും കൂടി വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അവരുടെ കാര്യങ്ങൾ അതവിടെ എഴുതിയിടാനായിട്ട് സാധിക്കും. ഈ കംപ്ലൈന്റ് റിട്ടേൺ കംപ്ലൈന്റ് ആകാതിരിക്കുന്ന രീതിയിൽ ലിസൺ ചെയ്യാൻ
ചെയ്യാനും കൂടി ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അതൊരു നല്ല ഹോസ്പിറ്റൽ അറ്റ്മോസ്ഫിയർ ആണ് ഉണ്ടാക്കുക. അവിടെ നിങ്ങൾക്ക് അതിന്റെ തൊട്ടുമുള്ള കംപ്ലൈൻസിന്റെ ഒക്കെ തൊട്ടുമുള്ള ഒരു എന്താ പറയാ സ്മൈലീസ് കാണിച്ചിട്ടുണ്ട് അല്ലെ, ഫേസിന്റെ എക്സ്പ്രഷനിൽ നിന്ന് നമുക്ക് മനസ്സിലാകാം അതെല്ലാം ഒരേ ഫീലിംഗോട് കൂടിയുള്ള ഫേഷ്യൽ എക്സ്പ്രഷൻസ് എല്ലാം മനസ്സിലാകുന്നുണ്ടല്ലോ അല്ലെ. ആദ്യത്തേത് വളരെ ഹാപ്പി ആയിട്ടിരിക്കുന്നു, രണ്ടാമത്തേത് എന്തോ ഒരു കൺഫ്യൂസ്ഡ് മട്ടിലാണ്, മറ്റേത് ഒരു എന്താ പറയാ ഒരു സാഡ് ഒരു ഇതാണ് കൊടുത്തേക്കണത്. ഡിഡ് യു ഹാവ് എ കംപ്ലൈന്റ്, സജഷൻ ഓർ കോംപ്ലിമെന്റ്? നിങ്ങൾക്ക് ഉള്ളത് കംപ്ലൈന്റ് ആണോ അല്ലെങ്കിൽ എന്തെങ്കിലും സജഷൻ ആണോ അല്ലെങ്കിൽ കോംപ്ലിമെന്റ് ആണോ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചത്. അപ്പൊ അതിന് ആ സ്മൈലി വേണമെങ്കിൽ നമുക്ക് അതിന് ഉപയോഗിക്കാം ആൻസർ ആയിട്ട്. അതാണ് ഉദ്ദേശിച്ചേക്കുന്നത് കേട്ടോ. അതവിടെ അങ്ങനെ വെറുതെ കാണിച്ചിരിക്കണത്. ഓരോ ഹോസ്പിറ്റൽസിനും അവരവരുടേതായ രീതിയുണ്ട് ഇതെങ്ങനെയാണ് ഇംപ്ലിമെന്റ് ചെയ്യുക. സജഷൻ ബോക്സ് വെക്കണോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഫെസിലിറ്റി ആണോ പ്രൊവൈഡ് ചെയ്യേണ്ടത്? പല ഇന്നിപ്പോ ടെക്നോളജി ഒക്കെ കൂടി വന്നേക്കാണ്, വലുതായി വരികയാണ്. അപ്പൊ സജഷൻ ബോക്സ് ഒന്നും ആയിരിക്കില്ല, അല്ലാത്ത പുതിയ ഏതെങ്കിലും മെത്തേഡുകളൊക്കെ ടെക്നോളജി ഇൻക്രീസ് ചെയ്തതുകൊണ്ട് കൊണ്ടുവരാൻ പറ്റും. അപ്പൊ അത്തരം കാര്യങ്ങളിലൂടെ ആളുകളിൽ നിന്ന് നല്ല കാര്യങ്ങൾ നമുക്ക് ഇങ്ങോട്ട് ആക്സെപ്റ്റ് ചെയ്യാനുണ്ടാകും, അവർക്ക് അങ്ങോട്ടേക്കും നല്ല രീതിയിൽ നമുക്ക് അങ്ങോട്ടും കൊടുക്കാനുണ്ടായിരിക്കും. അപ്പൊ ഇതെല്ലാം ഒരു ഗുഡ് റിലേഷൻസിന് കാരണമാകാം. വായിച്ചു നോക്കാം. കോംപ്ലിമെന്റ്, കംപ്ലൈൻസ് ആൻഡ് സജഷൻസ്. ക്ലിയർ ആണോ? മനസ്സിലായോ? മനസ്സിലായി. ഓക്കെ. കുറെ ആളുകളൊന്നും മിണ്ടല്ലോ. ഒന്ന് രണ്ടുപേര് മാത്രമേ ചോദിക്കുന്നതിന് മറുപടി പറയുന്നു. ഹലോ, ഓക്കെ ഓക്കെ. ഇത് നമുക്ക് ഇങ്ങനെ മനസ്സിലാക്കി വെക്കാൻ ഒക്കെ ഉള്ളതാണ്. ഇത് നമുക്കിപ്പോ എന്താ പറയാ, ഇതിനകത്ത് ഇങ്ങനെ ഇത് മുഴുവനൊന്നും കാണാതെ ഒന്നും പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾ അതിനകത്ത് ചില പോയിന്റുകളൊക്കെ നമുക്ക് വേണമെങ്കിൽ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസിലേക്ക് ഇടാൻ പറ്റുന്ന രീതിയിൽ വരുന്നു, അത്രേ ഉള്ളൂ. ബാക്കിയൊക്കെ നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. ഓക്കെ, അടുത്തത് എന്താ? ഹോസ്പിറ്റൽ പബ്ലിക് ഇന്ററാക്ഷൻ ആണ്. അതായത് ഹോസ്പിറ്റലും പബ്ലിക്കും തമ്മിലുള്ള ഒരു ഇന്ററാക്ഷൻ. പബ്ലിക് എന്ന് പറയുമ്പോൾ ദ പേഴ്സൺസ് ഹു ആർ ഔട്ട്സൈഡ് ദ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റലിന് പുറത്തുള്ള ആളുകളും അതുപോലെ ഹോസ്പിറ്റലിനകത്തുള്ള ആളുകളും തമ്മിലുള്ള ഒരു ഇന്ററാക്ഷൻ. അതെങ്ങനെയൊക്കെയാ വരിക? അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഹോസ്പിറ്റലുകളിലേക്ക് പല ആളുകളും ടൂറുകളായിട്ട്, ഇപ്പൊ ടീച്ചേഴ്സ്, സ്റ്റുഡൻസ്, കുട്ടികളെയൊക്കെ കൊണ്ടിട്ട് ടീച്ചർമാരും കുട്ടികളൊക്കെ കൂടി ഒരു ഹോസ്പിറ്റലിൽ എന്തൊക്കെ കാര്യങ്ങൾ നടക്കുന്നുണ്ട്, ചിലപ്പോൾ അവിടുത്തെ പല അവരുപയോഗിക്കുന്ന ചില ടെക്നോളജീസും ചില മെഷീൻസിനെയൊക്കെ പരിചയപ്പെടുത്താനാകാം അല്ലെ. ഇപ്പൊ നമ്മള് എന്താ പറയാ, കൊറോണയൊക്കെ വന്ന സമയത്ത് കൂടുതലും ചില കുട്ടികളെയൊക്കെ ഇതുപോലുള്ള ഹോസ്പിറ്റലിൽ നിന്ന് നേരിട്ട് ഹോസ്പിറ്റലിന്റെ ഒരു ടീമായിട്ട് ഡോക്ടേഴ്സോ അല്ലെങ്കിൽ നഴ്സും സ്റ്റാഫും ഒക്കെ ആയിട്ട് മൂന്നാലഞ്ച് പേരടങ്ങുന്ന ഒരു ടീമായിട്ട് സ്കൂളുകളിലേക്ക് വന്നു. എന്തിനു വേണ്ടിയിട്ട്? CPR ഒക്കെ കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു കൊടുക്കാൻ. കുഴഞ്ഞു വീണ് കഴിഞ്ഞാൽ നമ്മൾ ആളെ എങ്ങനെ ഡീൽ ചെയ്യും എന്നുള്ളതൊക്കെ എക്സിബിറ്റ് ചെയ്ത് കാണിച്ചു, ഒരു ഡെമോ പോലെ കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് അവർ ഇങ്ങോട്ട് വരും. ഇതുപോലെ വേണമെങ്കിൽ ഹോസ്പിറ്റലിൽ എന്തൊക്കെ കാര്യങ്ങൾ നടക്കുന്നു, ചില പ്രത്യേക സാഹചര്യങ്ങളിൽ എങ്ങനെയൊക്കെയാണ് എന്താ പറയാ നമ്മളിപ്പോ രോഗികളെ കാണേണ്ടതോ, അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ ചില സന്ദർശനങ്ങളൊക്കെ നടത്താറുണ്ടല്ലോ ഓൾഡ് ഏജ് ഹോംസിൽ അല്ലെങ്കിൽ എന്താ പറയുക ഓർഫനേജസിലൊക്കെ നമ്മൾ ഈ ടൂറുകൾ നടത്തുന്നത് പോലെ തന്നെ ഈ ഹോസ്പിറ്റൽസിലും ചില ആളുകളൊക്കെ ടൂറുകളൊക്കെ നടത്തുന്നുണ്ട്. ഒരു തരം പ്രത്യേക സാഹചര്യത്തിലായിരിക്കാം. അപ്പൊ അങ്ങനെ പല ഓർഗനൈസേഷനിൽ നിന്നോ അല്ലെങ്കിൽ ടീച്ചേഴ്സും സ്റ്റുഡൻസോ അല്ലെങ്കിൽ ചില പീപ്പിൾസിന്റെ റെപ്രസെന്റേറ്റീവ്സോ അതുപോലെ റിലീജിയസ് ലീഡേഴ്സോ അവരൊക്കെ ഇങ്ങനെ ഹോസ്പിറ്റൽസിലേക്ക് ടൂർ ഗ്രൂപ്പായിട്ടൊക്കെ വരുന്നുണ്ട്. അപ്പൊ ഇവർക്ക് എന്ത് ചെയ്യാം, അവർക്ക് ഹെൽത്ത് ഫെയർസ്, ഇതുപോലെ തന്നെ പല എക്സിബിഷൻസ്, സ്പെഷ്യൽ ക്ലിനിക്കുകൾ, ഈ
ഹോസ്പിറ്റലിന്റെ പേരില് പലതരത്തിലുള്ള ക്ലിനിക്കുകളൊക്കെ ഓപ്പൺ ചെയ്ത്, സ്പെഷ്യൽ ക്ലിനിക്കുകൾ ഓപ്പൺ ചെയ്ത്, അല്ലെങ്കിൽ പല കാര്യങ്ങളെ കുറിച്ചിട്ടും അവയർനെസ് കൊടുക്കാൻ വേണ്ടിയിട്ട് അവയർനെസ് പ്രോഗ്രാമുകൾ എക്സിബിറ്റ് ചെയ്ത്, വെക്കേഷന് വോളണ്ടിയർ പ്രോഗ്രാംസ്, അതായത് വെക്കേഷൻ സമയത്തൊക്കെ സ്കൂൾ കുട്ടികളൊക്കെ വീട്ടിലായിരിക്കുമല്ലോ, അപ്പൊ അവർക്ക് ഏതെങ്കിലും പ്രത്യേക സ്ഥലങ്ങളിലൊക്കെ ഒത്തുകൂടിയിട്ട് അവർക്ക് വേണ്ടിയിട്ട് ചില പ്രോഗ്രാമുകൾ സ്കൂളുകൾ ഹോസ്പിറ്റൽസ് കണ്ടക്ട് ചെയ്താല് അതൊക്കെ എന്താ പറയാ, അതൊക്കെ ആളുകൾക്ക് ഹോസ്പിറ്റൽസിനെ കുറിച്ച് കൂടുതൽ അറിയാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കുന്നതാണ്. അപ്പൊ എക്സിബിഷൻസ് നടത്താം, സ്പെഷ്യൽ ക്ലിനിക്കുകൾ ഓപ്പൺ ചെയ്യാം. ഇപ്പൊ ഐ കെയർ ക്ലിനിക്ക്, കണ്ണിനൊക്കെ എന്തെങ്കിലും നല്ല പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ സ്കൂളുകളിലൊക്കെ ക്ലിനിക്ക് ഓപ്പൺ ചെയ്യാനായിട്ട് വരും ഒരു ദിവസമൊക്കെ. അതായത് ഫ്രീ ആയിട്ട് ചെക്ക് ചെയ്ത് കൊടുക്കുന്നു. എന്നിട്ട് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അവരിങ്ങനെ നമുക്ക് റെഫർ ചെയ്യും, ഇന്ന സ്ഥലത്ത് പോയിട്ട് അതെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അത് മാറ്റിയെടുക്കണം. പെട്ടെന്ന് കുട്ടികളൊക്കെ ആകുമ്പോൾ പല രോഗങ്ങളും നമുക്ക് മാറ്റിയെടുക്കാൻ എളുപ്പമാണ്. പ്രായം കൂടുന്തോറും നമുക്കത് കറക്റ്റ് ചെയ്യാനുള്ളത് ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ ചെറിയ പ്രായത്തിൽ തന്നെ പല കറക്ഷൻസ്, ഇപ്പൊ കണ്ണിന്റെ ഒക്കെ സ്ട്രക്ചറിനോ കണ്ണിനോ ഉണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ, അല്ലെങ്കിൽ പല സാധനത്തിനും ഇതിപ്പോ കണ്ണിനൊക്കെയാണ് കൂടുതൽ നമ്മൾ ഇങ്ങനെയുള്ള സ്പെഷ്യൽ ക്ലിനിക്കുകൾ ഓപ്പൺ ചെയ്തിരിക്കുന്നതൊക്കെ കാണുന്നത്. അപ്പൊ അങ്ങനെയുള്ള ക്യാമ്പുകളൊക്കെ നടത്തി അതുപോലെയുള്ള ഹെൽത്ത് ഫെയറുമായിട്ട് ബന്ധപ്പെട്ട പല എക്സിബിഷൻസും ക്ലിനിക്സും ഒക്കെ ഓപ്പൺ ചെയ്ത് അവയർനെസ് പ്രോഗ്രാംസ് ഒക്കെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് എന്ത് ചെയ്യുക, ആളുകളിലേക്ക് പെട്ടെന്ന് കാര്യങ്ങൾ എത്തിക്കാനായിട്ട് കുറച്ച് ഹെൽപ്ഫുൾ ആകും. പിന്നെ എന്താ പറയുക, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഹോസ്പിറ്റലിന്റെ എന്താ പറയാ ഹോസ്പിറ്റൽ ഡേ, ആനുവൽ ഡേ, പിന്നെ അല്ലെങ്കിൽ ഫൗണ്ടേഴ്സ് ഡേ, അതായത് ആ ഹോസ്പിറ്റലിന് ഒരു സ്ഥാപകൻ ഉണ്ടായിരിക്കുമല്ലോ, അച്ഛൻ മുത്തച്ഛന്മാരൊക്കെ ആയിട്ടൊക്കെ ചിലപ്പോൾ സ്ഥാപിച്ചതായിരിക്കാം. ആ ഫൗണ്ടറിന്റെ ഡേ ഒരു പ്രത്യേക എന്തെങ്കിലും പ്രത്യേക സ്പെഷ്യൽ ഇവന്റുകൾ ഇങ്ങനെയൊക്കെ ഉള്ളതൊക്കെ കണ്ടക്ട് ചെയ്താലും അത് ആളുകൾക്ക് ഔട്ട്സൈഡേഴ്സിന് കുറച്ച് എന്താ പറയുക ഹോസ്പിറ്റലിനെ കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് കാരണമാകും. ദീസ് ഓൾ ഹെൽപ്സ് പ്രൊജക്ട്, അതായത് ഹോസ്പിറ്റലിന്റെ എല്ലാ തരത്തിലുള്ള ഓപ്പറേഷൻസ് ആളുകളിലേക്ക് പ്രൊജക്ട് ചെയ്ത് കാണിക്കാൻ, അല്ലെങ്കിൽ എന്താ പറയാ അവിടുത്തെ ടെക്നിക്കൽ ഫങ്ഷൻസ് എന്തൊക്കെയാണെന്ന് ആളുകളിലേക്ക് എത്തിക്കാനൊക്കെ ഇത് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കുമെന്നാണ്. അപ്പോൾ ഹോസ്പിറ്റൽ ടൂറുകൾ ഗ്രൂപ്പായിട്ട്, ഓർഗനൈസേഷൻ ലീഡേഴ്സ് ആയിക്കോട്ടെ, ടീച്ചേഴ്സ് ആൻഡ് സ്റ്റുഡൻസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ പല റെപ്രസെന്റേറ്റീവ്സ് ആരെങ്കിലും ഒക്കെ ആയിട്ട് ഇത്തരം ടൂറുകളൊക്കെ നടത്തി ഹോസ്പിറ്റൽസിനെ കുറിച്ചിട്ട് കൂടുതൽ നമുക്ക് വിവരങ്ങൾ ശേഖരിക്കാം. ഹെൽത്ത് ഫെയർസ്, ക്ലിനിക്സ് ഒക്കെ സ്പെഷ്യൽ ആയിട്ട് ഓപ്പൺ ചെയ്ത് ക്യാമ്പുകളോ ക്ലിനിക്സോ അവയർനെസ് പ്രോഗ്രാമുകളോ ഒക്കെ പല സ്ഥലങ്ങളിലായിട്ട് കണ്ടക്ട് ചെയ്ത് എന്താ പറയാ ഇൻഫോം എവറി പബ്ലിക് ടു വാട്ട് എവർ തിങ്സ് ആർ ഗോയിങ് ഓൺ ഇൻ ദ ഹോസ്പിറ്റൽ. ആ ഹോസ്പിറ്റലിൽ എന്തൊക്കെ കാര്യങ്ങൾ നടക്കുന്നുണ്ടെന്ന് പബ്ലിക്കിനെ ഇൻഫോം ചെയ്യാൻ സാധിക്കും. ആനുവൽ ഡേ ഓഫ് ഹോസ്പിറ്റൽ, അല്ലെങ്കിൽ ഫൗണ്ടേഴ്സ് ഡേ, അല്ലെങ്കിൽ എന്താ പറയാ സ്പെഷ്യൽ ഇവന്റ്സ് ഡേ ഒക്കെ നമുക്ക് വേണമെങ്കിൽ കണ്ടക്ട് ചെയ്യാം. ഇതെല്ലാം തന്നെ ഹോസ്പിറ്റലിന്റെ ഓപ്പറേഷൻസ് ആളുകളിലേക്ക് എത്തിക്കാൻ കാരണമാകുകയും അവിടുത്തെ ടെക്നിക്കൽ ഫങ്ഷൻസ് ആളുകൾ മനസ്സിലാക്കാൻ ഇടയാക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഹോസ്പിറ്റൽ പബ്ലിക് ഇന്ററാക്ഷനിൽ വരുന്ന പോയിന്റുകളാണ്. വായിച്ചു വെക്കാം വേഗം. വായിച്ചോ? കഴിഞ്ഞില്ല? കഴിഞ്ഞു മിസ്.
കഴിഞ്ഞു മിസ്. ഓക്കെ, അടുത്തത് എന്താ നോക്കിയേ? അടുത്തത് 6ാമത്തെ 7ാമത്തെ പ്രോഗ്രാം അങ്ങോട്ട് പോയിന്റുകൾ അങ്ങോട്ടും ഇങ്ങോട്ട് മാറി കിടക്കുന്ന മാത്രമേ ഉള്ളൂ കേട്ടാ. പോയിന്റിന്റെ നമ്പർ മാറി എന്ന് വെച്ച് കുഴപ്പമൊന്നുമില്ല. അടുത്തത് 7th പോയിന്റ് ആദ്യം 6th പോയിന്റ് രണ്ടാമത് കിടക്കണേ. ഓർഡർ ആയിട്ട് തന്നെ എഴുതാം, വായിക്കാം. സ്പീക്കേഴ്സ് ബ്യൂറോ ആണ് അടുത്ത പോയിന്റ്. സ്പീക്കേഴ്സ് ബ്യൂറോ എന്ന് പറഞ്ഞാൽ എന്താ പറയാ, നമുക്കൊരു ഏജൻസി, സമിതി എന്നൊക്കെ പറയാം. CEO and the staff should use every opportunity to speak to other service organizations and institutions on health matters. എന്താ അർത്ഥം? അതായത് ഒരു ഹോസ്പിറ്റലിന്റെ അവിടുത്തെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ഉണ്ടാവും, അല്ലെങ്കിൽ മാനേജിംഗ് ഡയറക്ടർ, അവര് അല്ലെങ്കിൽ സ്റ്റാഫ്, ഇവരെല്ലാവരും തന്നെ അവർക്ക് കിട്ടുന്ന അവസരങ്ങളില് മറ്റ് ഏതെങ്കിലും തരത്തിലുള്ള ഈ ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ട ഓർഗനൈസേഷൻസിനോട് എന്തെങ്കിലും തരത്തിലുള്ള സേവനങ്ങൾക്ക് ആവശ്യപ്പെടാം. അവരുടെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പൊ ഹെൽത്ത് കെയർ സിസ്റ്റം എന്ന് പറയുമ്പോൾ ഹോസ്പിറ്റൽ മാത്രമല്ല അല്ലെ, പല ഹെൽത്ത് ഓർഗനൈസേഷൻസ് ഉണ്ട്. അവരുമായിട്ട് ചില കാര്യങ്ങൾ എന്താ പറയാ ഇന്ററാക്ട് ചെയ്ത് അവരോട് കൂടി ആലോചിച്ച് ചില കാര്യങ്ങൾക്ക് ചിലപ്പോ എന്താ പറയാ വിശകലനങ്ങൾ കണ്ടെത്തണം, അല്ലെങ്കിൽ ചില മാറ്റേഴ്സിന് എന്തെങ്കിലും സൊല്യൂഷൻസ് കാണണം. അപ്പൊ അവരോട് ചിലപ്പോ കോണ്ടാക്ട് ചെയ്ത് കിട്ടേണ്ട ഇൻഫോർമേഷൻസ് കളക്ട് ചെയ്ത് എന്ത് ചെയ്യണം, ആ കിട്ടുന്ന അവസരങ്ങളൊക്കെ അത് ഉപയോഗിച്ച് അവരുമായിട്ട് ഒരു സംഭാഷണം അല്ലെങ്കിൽ ഒരു കോൺവെർസേഷൻ ഒക്കെ നടത്തി അവരിൽ നിന്ന് പല കാര്യങ്ങളും ചിലപ്പോൾ അറിയേണ്ടതിരിക്കും. അപ്പൊ ഹോസ്പിറ്റലിൽ പ്രവർത്തിക്കുന്ന ഹോസ്പിറ്റലിന്റെ രോഗി അല്ലെങ്കിൽ അവിടുത്തെ മരുന്ന് അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമല്ല, ഇത് നടത്തിക്കൊണ്ട് പോകാൻ പല മറ്റു ഓർഗനൈസേഷന്റെ ചില സഹായങ്ങൾ ആവശ്യം വരും. അപ്പൊ ആവശ്യം വരുന്ന സമയത്തൊക്കെ അവരോട് ചോദിച്ചറിഞ്ഞ് അവരെ സേവനം കൂടി ആവശ്യപ്പെടാം. അവർക്ക് കിട്ടുന്ന ആ അവസരങ്ങളൊന്നും പാഴാക്കരുതെന്നാ പറഞ്ഞേക്കണം. അപ്പൊ ഹെൽത്ത് മാറ്റേഴ്സുമായിട്ട് എന്തൊക്കെ തരത്തില് എന്തെങ്കിലുമൊക്കെ സംശയ നിവാരണങ്ങളൊക്കെ നടത്താനുണ്ടെങ്കിൽ അത് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ അല്ലെങ്കിൽ അവിടുത്തെ സ്റ്റാഫുകൾ എല്ലാവരും തന്നെ ആ കിട്ടിയ അവസരം അവരത് വിനിയോഗിക്കണം അല്ലെങ്കിൽ ഉപയോഗിക്കണം. അവരുമായിട്ട് കൺസൾട്ട് ചെയ്തിട്ട് ചിലപ്പോൾ തീരുമാനങ്ങൾ എടുക്കേണ്ടതൊക്കെ ഉണ്ടായിരിക്കും. അപ്പൊ മറ്റ് ഏതെങ്കിലും തരത്തിലുള്ള ഇത്തരം സേവനങ്ങൾ കൊടുക്കുന്ന ഹെൽത്ത് മാറ്റേഴ്സിന് സംബന്ധിക്കുന്ന സേവനങ്ങൾ നൽകുന്ന ഓർഗനൈസേഷൻസിനെ സമീപിക്കുകയോ അല്ലെങ്കിൽ കോൾ ചെയ്തോ അല്ലെങ്കിൽ നേരിട്ട് പോയോ ഒക്കെ എന്ത് ചെയ്ത് അവർക്ക് എന്തെങ്കിലും തരത്തിലുള്ള കാര്യങ്ങൾക്ക് ഇൻഫർമേഷൻസ് സ്വീകരിക്കേണ്ട അതൊക്കെ സ്വീകരിക്കുക. എന്നിട്ട് അവരുടെ കാര്യങ്ങളെ കുറിച്ച് പ്ലാൻ ചെയ്യുക. അതാണ് പറഞ്ഞേക്കുന്നത്. ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ആൻഡ് ദ സ്റ്റാഫ് ഷുഡ് മേക്ക് യൂസ് ഓഫ് എവറി ഓപ്പർച്യൂണിറ്റി ഓൺ ഡീലിംഗ് വിത്ത് അതർ സർവീസ് ഓർഗനൈസേഷൻസ് ഓൺ ഹെൽത്ത് മാറ്റേഴ്സ്. അതായത് പല തരത്തിലുള്ള സേവനങ്ങൾ ഹെൽത്തുമായിട്ട് കൊടുക്കുന്ന പല ഓർഗനൈസേഷൻസ് ഉണ്ട്, പല സ്ഥാപനങ്ങളുണ്ട്. അപ്പൊ അവരുമായിട്ട് സ്പീക്ക് ചെയ്ത്, അതായത് സംസാരിക്കാൻ കിട്ടുന്ന അവസരങ്ങൾ പാഴാക്കാതെ അവിടുത്തെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറും സ്റ്റാഫും ഒക്കെ അത് വിനിയോഗിക്കണം, ഉപയോഗപ്പെടുത്തണം എന്നാണ് പറഞ്ഞേക്കുന്നത്. അതാണ് സ്പീക്കേഴ്സ് ബ്യൂറോ എന്ന് പറയുന്നത്. അല്ലാതെ നമ്മുടെ സ്പീക്കർ അല്ല കേട്ടോ അവിടെ ഉദ്ദേശിക്കണേ. സ്പീക്ക് ചെയ്യാന്ന് വെച്ചാൽ കാര്യങ്ങൾക്ക് ഒരു എന്തെങ്കിലും സംശയങ്ങൾക്ക് നിവാരണം വേണം അല്ലെ. ആ സംശയ നിവാരണം നടത്തണമെങ്കിൽ ചിലപ്പോൾ ഇത്തരം ഓർഗനൈസേഷനുമായിട്ട് ചിലപ്പോൾ സംസാരിക്കേണ്ടി വരും. അപ്പൊ സംസാരിക്കാൻ കിട്ടുന്ന അവസരങ്ങളൊന്നും പാഴാക്കരുത്. ഓൺ ഹെൽത്ത് മാറ്റേഴ്സ്, സിനിമാ കഥ പറയാനും മറ്റു കാര്യങ്ങളെ കുറിച്ച് പറയാനല്ല ഉദ്ദേശിച്ചത്. അവിടുത്തെ ഒരു ഹോസ്പിറ്റലിന് കൂടുതലും A to Z എപ്പോഴും വേണ്ടത് ഹെൽത്ത് കെയറുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അപ്പൊ അങ്ങനെ ആവശ്യമുള്ള കാര്യങ്ങൾ മറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ നിന്നോ ഓർഗനൈസേഷനോ കിട്ടേണ്ടതുണ്ടെങ്കിൽ അത്തരം കിട്ടുന്ന അവസരങ്ങൾ പാഴാക്കാതെ ഉപയോഗിക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അടുത്തത് 6ാമത്തെ പോയിന്റ്, അതൊരു പോയിന്റ് ഉള്ളൂ, അതുകൊണ്ട് ഇതും കൂടി ഒരുമിച്ച് പറയാം. പോയിന്റ് അഡ്വൈസറി കമ്മിറ്റിയാണ്. അഡ്വൈസറി കമ്മിറ്റി അതായത് ഹോസ്പിറ്റലിന് ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന് എന്ത് ചെയ്യാം, ഇറ്റ്സ് എ റോൾ ഷുഡ് ബി ടു സജസ്റ്റ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ദ മെത്തേഡ്സ് ടു ഓവർകം ദെയർ ഷോർട്ട് കമ്മിങ്സ് ആൻഡ് ഇന്റർപ്രറ്റ് ദ ഫങ്ഷനിങ് ഓഫ് ദ ഹോസ്പിറ്റൽ ടു ദ കമ്മ്യൂണിറ്റി. അതായത് ഹോസ്പിറ്റലിന് ഏതെങ്കിലും തരത്തിലുള്ള എന്താ പറയാ ഷോർട്ട് കമ്മിങ്സ്, പോരായ്മകൾ പലതും പല ആളുകൾക്കും വ്യക്തിപരമായിട്ടോ ഹോസ്പിറ്റലിനകത്ത് വർക്ക് ചെയ്യുന്ന ആളുകൾക്കോ അല്ലെങ്കിൽ ആളുകളുടെ സമൂഹത്തിനോ ഒക്കെ പലതരത്തിലുള്ള ഷോർട്ട് കമ്മിങ്സ് ഉണ്ടായിരിക്കും, പോരായ്മകളൊക്കെ ഉണ്ടായിരിക്കും. ഹോസ്പിറ്റലിനും പലതരത്തിലുള്ള പോരായ്മകളൊക്കെ ഉണ്ടായിരിക്കും. അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം, അത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനെ അറിയിക്കണം. അതിന് വേണ്ടിയിട്ടുള്ള അത് ഹോസ്പിറ്റലിനെ മറ്റ് നല്ല രീതിയിൽ ഫംഗ്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ സജ്ജീകരിക്കാനായിട്ട് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനോട് അറിയിക്കുക. അത് ആളുകൾക്ക്, അതായത് പുറത്ത് കമ്മ്യൂണിറ്റിക്ക് നല്ല രീതിയിൽ ഫംഗ്ഷൻ ചെയ്യുന്നു എന്ന് കാണിച്ചു കൊടുക്കണമല്ലോ. അപ്പൊ നല്ല രീതിയിൽ ഫംഗ്ഷൻ ചെയ്യണമെങ്കിൽ, അത് ആളുകളെ കാണിക്കണമെങ്കിൽ അതിന്റെ എന്തെങ്കിലും തരത്തിലുള്ള പോരായ്മകൾ ഉണ്ടെങ്കിൽ അത് ആരുടെ ശ്രദ്ധയിൽപ്പെടുത്തണം, ഹോസ്പിറ്റലിന്റെ അഡ്മിനിസ്ട്രേഷൻ ശ്രദ്ധയിൽപ്പെടുത്തണം. അത് എന്നിട്ട് പരിഹരിച്ചാണ് എന്ത് ചെയ്യേണ്ടത്, മുന്നോട്ട് പോകേണ്ടത്. അതാണ് അഡ്വൈസറി കമ്മിറ്റി. ഒരു അഡ്വൈസറി കമ്മിറ്റി രൂപീകരിച്ചു കഴിഞ്ഞാൽ അവിടെ ഏതെങ്കിലും തരത്തിലുള്ള പോരായ്മകൾ ഏതെങ്കിലും മേഖലകളിലോ ഏതെങ്കിലും ഭാഗത്തോ ഉണ്ടെങ്കിൽ അത് ഹോസ്പിറ്റലിന്റെ അഡ്മിനിസ്ട്രേഷൻ അവർക്ക് എത്തിച്ചു കൊടുക്കാൻ പറ്റും, അല്ലെങ്കിൽ അവരുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ പറ്റും.
അപ്പോൾ മാത്രമാണ് എന്ത് ചെയ്യുക, ശ്രദ്ധിച്ച് നടത്തിക്കൊണ്ട് പോയാൽ മാത്രമാണ് ഒരു നല്ല രീതിയിൽ ഹോസ്പിറ്റലിൽ ഫംഗ്ഷൻ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. എന്നാലേ കമ്മ്യൂണിറ്റിക്ക്, സമൂഹത്തിന് അത് നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താനും പറ്റുള്ളൂ. അതാണ് കേട്ടോ. അപ്പൊ അഡ്വൈസറി കമ്മിറ്റി എന്ന് പറയുന്നത്, അഡ്വൈസറി കൗൺസിൽ അല്ലെങ്കിൽ അഡ്വൈസറി കമ്മിറ്റി. അപ്പൊ ഇതൊക്കെയാണ് നമ്മളുടെ ഒരു ഹോസ്പിറ്റലിന്റെ കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡ് ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള രീതികൾ. ഏതൊക്കെ രീതിയിൽ അത് ഇംപ്ലിമെന്റ് ചെയ്യാം എന്നാണ് പറഞ്ഞത്. 6 പോയിന്റുകളാണ് കേട്ടോ നമ്മൾ പറഞ്ഞത്. അതുകൂടി ഒന്ന് വായിച്ചു നോക്കിയാൽ 2 കഴിഞ്ഞില്ലേ വായിച്ച്? ഓക്കെ. ഓക്കെ, ഇനി അടുത്തത് നമ്മൾ പഠിക്കാൻ പോകുന്നത്, അപ്പൊ നമ്മൾ എങ്ങനെയാണ് എന്താ പറയാ, നമ്മുടെ കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡ് എങ്ങനെ നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാം, അതിന്റെ ഡിഫറെന്റ് വേസ് നമ്മൾ പരിചയപ്പെട്ടു. ഏതൊക്കെ രീതിയിൽ ഒരു ഹോസ്പിറ്റലിൽ ഇത്തരം ഒരു മെത്തേഡ് അപ്ലൈ ചെയ്യാൻ പറ്റും, എങ്ങനെ അത് എംപ്ലോയ് ചെയ്യാൻ പറ്റും, എങ്ങനെ അത് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും എന്നുള്ള രീതികളാണ് നമ്മൾ പറഞ്ഞത്. ഇനി ഇൻഡിക്കേറ്റേഴ്സ് ഫോർ ഇവാലുവേറ്റിംഗ് പബ്ലിക് റിലേഷൻസ് ഇൻ ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ദ കമ്മ്യൂണിറ്റി. ഹോസ്പിറ്റലിന്റെ പുറത്തൊരു സമൂഹത്തിലോ പ്രത്യേക പർട്ടിക്കുലർ ഏരിയയിലെ
എങ്ങനെ നമുക്ക് ഈ പബ്ലിക് റിലേഷൻസിന്റെ ആ ഒരു സൂചകം എങ്ങനെ വിലയിരുത്താൻ പറ്റും, എന്താണ് അതിന്റെ ഒരു വാല്യുവേഷൻ രീതി, എത്രത്തോളം പബ്ലിക് റിലേഷൻ ഒരു ഹോസ്പിറ്റൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളതിന്റെ അതിന്റെ ഒരു ഇൻഡിക്കേറ്റർ നമുക്ക് കണ്ടുപിടിക്കാം എങ്ങനെയാണെന്ന്. ഒന്ന്, പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേ, അതായത് പേഷ്യന്റ് എത്രത്തോളം സാറ്റിസ്ഫൈഡ് ആണ് എന്നുള്ളതിനെ സംബന്ധിക്കുന്ന ഒരു സർവേ നടത്തി. അതെങ്ങനെ സർവേ നടത്തുക, അതായത് ഓരോ പേഷ്യൻസും ഇപ്പൊ ചില ഹോസ്പിറ്റൽസിൽ അങ്ങനെയുണ്ട് കേട്ടോ, ഇൻ പേഷ്യൻസ് ആയിട്ടോ അല്ലെങ്കിൽ ഔട്ട് പേഷ്യൻസ് ആയിട്ടോ വന്നിട്ടൊക്കെ പോകുമ്പോ ഇപ്പൊ കൂടുതലും ഡെന്റിസ്റ്റുകളുടെ അടുത്ത് പോയിട്ട് വരുമ്പോ നമ്മൾ അത് കേട്ടിട്ടുണ്ട്. അവര് എന്താ പറയാ പല്ലിനുമായിട്ട് ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിലുള്ള അസുഖവുമായിട്ട് നമ്മൾ ചെന്നു, ഇപ്പൊ എടുക്കേണ്ടതാകാം അല്ലെങ്കിൽ റൂട്ട് കനാലോ അങ്ങനെ ഒരുപാട് ഇപ്പൊ അതിന്റെ ഇതൊക്കെ ഉണ്ടല്ലോ. അപ്പൊ അത്തരം കാര്യങ്ങൾ ചെന്ന് ചെയ്തിട്ട് നമ്മൾ അവിടെ നിന്ന് പോരുമ്പോ, ഇപ്പൊ ഓരോ സിറ്റിങ്ങിൽ നമ്മൾ പോയി ചെയ്തിട്ട് പോരുമ്പോ 2 ദിവസം കഴിയുമ്പോഴോ അല്ലെങ്കിൽ പിറ്റേ ദിവസമൊക്കെ അവര് വിളിച്ചിട്ട് നമ്മളോട് കാര്യങ്ങൾ ചോദിക്കും. എത്രത്തോളം നമുക്ക് അവിടെ നിന്ന് അത് ഒരു എന്താ പറയാ നല്ല റിലേഷൻസ് ഉണ്ടാക്കുന്നതിന്റെ ഒരു ഭാഗം തന്നെയാണ്. അപ്പൊ നമ്മളുടെ വിവരങ്ങൾ തിരക്കുന്നു, എങ്ങനെയുണ്ട്, അത് വേദനയുണ്ടോ, പല്ല് ചൂടുണ്ടോ, അല്ലെങ്കിൽ എന്താ പറയാ ഇങ്ങനെയൊക്കെ ഉപയോഗിക്കേണ്ട രീതി, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, അതിന്റെ ആഫ്റ്റർ ആയിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ, അങ്ങനെ പല സജഷൻസും നമുക്ക് തരും, പല ഇൻഫർമേഷൻസ് നമ്മളിൽ നിന്ന് അവർ കളക്ട് ചെയ്യുകയും ചെയ്യും. അപ്പൊ പേഷ്യന്റിന്റെ സാറ്റിസ്ഫാക്ഷൻ അതിനെ സംബന്ധിക്കുന്ന ഒരു സർവേ നടത്തുക, എത്രത്തോളം നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണ്. അത് ചിലപ്പോ അത് പല രീതിയിലും സർവേ നടത്തും, അതിന് നമ്മൾ പറയുന്നുണ്ട് അതെങ്ങനെയാണെന്നൊക്കെ, അത് കഴിയുമ്പോൾ നമുക്ക് ഇതിന്റെ താഴെ വരുന്നുണ്ട്. അപ്പൊ നമുക്ക് നോക്കാം അതെന്താണ്. അപ്പൊ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേ നടത്തി എന്ത് ചെയ്യാം, പബ്ലിക് റിലേഷന്റെ ഇൻഡിക്കേറ്റർ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ ഒരു സർവേ നടത്തി ഒരു 100 പേഷ്യൻസിനെ നമ്മൾ വിളിച്ചു, കോൺടാക്ട് ചെയ്തു, നേരിട്ട് കോൺടാക്ട് ചെയ്യൂ, അല്ലെങ്കിൽ അവിടെ വന്നിട്ട് പിന്നീട് പോകുന്ന ആളുകളിൽ രണ്ടാമത് വീണ്ടും ഒക്കെ അവർ വരാം, വീണ്ടും ആ ഹോസ്പിറ്റലിൽ തന്നെ. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിലൊക്കെ അവരോട് ചോദിച്ചു, നേരത്തെ വന്ന ഈ അസുഖത്തിന് വന്നല്ലോ, അതൊക്കെ ഇപ്പൊ എങ്ങനെയുണ്ട് എന്നൊക്കെ ചോദിച്ചു. അപ്പൊ അവരുടെ സാറ്റിസ്ഫാക്ഷനും അല്ലെങ്കിൽ അവർക്ക് തരുന്ന ആ അവരുടെ റിസൾട്ട്, അവരിൽ നിന്ന് കിട്ടുന്ന റിസൾട്ടും ഒക്കെ നമുക്കൊന്ന് സർവേയുടെ ഒരു ഭാഗമായിട്ട് എഴുതി നോട്ട് ചെയ്ത് വെച്ചിട്ട് 100 പേരെ നമ്മൾ കോൺടാക്ട് ചെയ്തിട്ട് നമുക്ക് അതിൽ നിന്ന് ഒരു 80% അല്ലെങ്കിൽ 85% ഒക്കെ നമുക്ക് ഒരു ഗുഡ് റിസൾട്ട് കിട്ടി, അല്ലെങ്കിൽ നല്ലൊരു ഇൻഫർമേഷൻസ് ആണ് അവരിൽ നിന്ന് കളക്ട് ചെയ്യാൻ സാധിച്ചതെങ്കിൽ, അല്ലെങ്കിൽ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു എന്താ പറയാ ആൻസേഴ്സ് ആണ് അവരിൽ നിന്ന് കിട്ടുന്നതെങ്കിൽ നമുക്കൊരു നല്ല റിലേഷൻ ഉണ്ടാക്കിയെന്ന് പറയാൻ സാധിക്കും. അതാണ് അതിന്റെ ഒരു മെത്തേഡ്, ഒരു ഇൻഡിക്കേഷൻ. ഇനി രണ്ടാമതേത് ജനറൽ ഒപ്പീനിയൻ പോള്. പോൾ അറിയാലോ, പോൾ എന്ന് പറഞ്ഞാൽ നമ്മള് ഇലക്ഷനിലൊക്കെ നമുക്ക് നടത്തുന്നതാണ് പോള് അല്ലെ, വോട്ടിംഗ് രീതിയൊക്കെ. അപ്പൊ ഒരു പോളിങ്ങിലൂടെ നമുക്ക് വേണമെങ്കിൽ എന്താ പറയാ ഒരു പൊതുവായ അഭിപ്രായം, ആളുകളുടെ പൊതു അഭിപ്രായം അറിയാൻ വേണ്ടിയിട്ട് ഒരു പോളിംഗ് രീതി നിങ്ങൾ ഈ ഹോസ്പിറ്റലിൽ വന്നിട്ട് അപ്പൊ ഒരു പോളിങ്ങിന് വേണ്ടിയിട്ടുള്ള ചില ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കിയിട്ടേ അതൊക്കെ ഉണ്ടാക്കിയിട്ടിട്ട് നിങ്ങൾക്ക് എത്രത്തോളം ഇതിനകത്ത് സാറ്റിസ്ഫൈഡ് ആണ്, നിങ്ങൾ എത്ര പെർസെന്റേജ് കൊടുക്കും, അല്ലെങ്കിൽ എത്ര മാർക്ക് കൊടുക്കും, ഗ്രേഡിംഗ് കൊടുക്കും, അല്ലെങ്കിൽ എത്ര സ്റ്റാർ കൊടുക്കും, നിങ്ങൾ വന്നിട്ട് പോയ ആ ഒരു നിങ്ങൾക്ക് കിട്ടിയ ഇവിടുത്തെ സേവനത്തിൽ നിങ്ങൾ എത്ര സ്റ്റാർ പ്രൊവൈഡ് ചെയ്യും, അതൊക്കെ അങ്ങനെയൊക്കെ. അതാണ് അതൊരു വലിയ ഗ്രൂപ്പ് ഓഫ് ഡാറ്റ കളക്ട് ചെയ്യേണ്ടി വരുമ്പോൾ ഇതിനെ പോലെയുള്ള പോളിംഗ്സ് ആണ് നമുക്ക് എന്താ പറയാ പോളിംഗ് രീതി നമുക്ക് ഇവിടെ അഡോപ്റ്റ് ചെയ്യാൻ പറ്റും. അതാണ് ജനറൽ ഒപ്പീനിയൻ പോള്. പിന്നെ ക്വാളിറ്റി ഓഫ് കെയർ യൂസിങ് ചെക്ക് ലിസ്റ്റ്, അവർ കൊടുക്കുന്ന കെയറിങ് അതിന്റെ ക്വാളിറ്റി എത്രത്തോളം ഉണ്ടെന്ന് അവരുടെ എന്താ പറയാ ആളുകൾ പേഷ്യൻസ് വന്ന് പോകുന്നതിന്റെ ആ ലിസ്റ്റ് ഒക്കെ നോക്കി ചെക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും, എത്രത്തോളം ക്വാളിഫൈഡ് ആയിട്ടുള്ള ക്വാളിറ്റി ഉള്ള കെയറിങ് ആണ് അവർക്ക് കൊടുക്കുന്നത് എന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പൊ ക്വാളിറ്റി കെയർ എത്രത്തോളം ഉണ്ടെന്ന് ചെക്ക് ലിസ്റ്റ് നോക്കി മനസ്സിലാക്കാം. പിന്നെ നമ്പർ ഓഫ് കംപ്ലൈന്റ്സ് റിസീവ്ഡ്, നമ്പർ ഓഫ് കംപ്ലൈന്റ്സ് കൂടുതലാണെങ്കിൽ നല്ല റിലേഷൻ ഇല്ല എന്ന് തന്നെ മനസ്സിലാക്കണം. മനസ്സിലായോ? അതായത് നമ്പർ ഓഫ് കംപ്ലൈന്റ്സുകളെ വളരെയധികം കുറയ്ക്കുക എന്നുള്ളതായിരിക്കണം ഹോസ്പിറ്റൽസിന്റെ അവരുടെ ഒരു മോട്ടീവ് ആയിട്ട് എടുക്കേണ്ടത്. കാരണം കൂടുതൽ കംപ്ലൈന്റ് വന്ന എന്ത് റിലേഷനാ ഉള്ളത്, നല്ല രീതിയിൽ പോസിറ്റീവ്സ് ആയിട്ടൊന്നും ഇല്ലാത്തത് കൊണ്ടാണല്ലോ കംപ്ലൈന്റുകൾ കൂടുന്നത്. അപ്പൊ കംപ്ലൈന്റുകളുടെ എണ്ണം കുറയ്ക്കണം, ഏറ്റവും പരമാവധി കുറയ്ക്കാൻ പറ്റുന്നത് കുറയ്ക്കണം. അപ്പൊ കംപ്ലൈന്റുകൾ ഇല്ലാതാക്കുക, കംപ്ലൈന്റുകളുടെ എണ്ണം നോക്കിയും നമുക്ക് പബ്ലിക് റിലേഷൻസിന്റെ അളവ് മനസ്സിലാക്കാൻ സാധിക്കും എന്നുള്ളതാണ്. പിന്നെന്താ, extend the voluntary efforts by the community. അതായത് സ്വമേധയാ ചിലപ്പോൾ പുറത്തുനിന്നുള്ള ആളുകൾ ഈ ഹോസ്പിറ്റൽസിന്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് എഫേർട്ട് എടുക്കുന്ന ആളുകളുണ്ടായിരിക്കും, പുറത്ത് ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്ന. അപ്പൊ അവരെടുക്കുന്ന എഫേർട്ട് എത്രത്തോളം, കമ്മ്യൂണിറ്റി എത്രത്തോളം ഹോസ്പിറ്റലിന് വേണ്ടി എന്തെങ്കിലും തരത്തിലുള്ള അവർ ആരും ഒന്നും ഫോഴ്സ് ചെയ്തിട്ടല്ല, വോളണ്ടിയർലി ആണ് അവർ സ്വമേധയാ അവര് എന്താ പറയാ ഏതെങ്കിലും രീതിയിൽ എന്തെങ്കിലും എഫേർട്ടുകളൊക്കെ ഹോസ്പിറ്റലിന് വേണ്ടിയിട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ അതിന്റെ ആ ഒരു എക്സ്റ്റൻഷൻ എത്രത്തോളം ഉണ്ട്, എത്രത്തോളം കൂടുതൽ എക്സ്റ്റെൻഡ് ചെയ്ത ആളുകൾ ഇത് ചെയ്തു തരുന്നുണ്ട് എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് പബ്ലിക് റിലേഷൻസ് മനസ്സിലാക്കാൻ സാധിക്കും. അതായത് ഇപ്പൊ ഒരുപാട് ആളുകൾ പുറത്തുനിന്ന് സമൂഹം എന്ത് ചെയ്യുന്നുണ്ട്, ഏതെങ്കിലും ഒരു പ്രത്യേക ഹോസ്പിറ്റലിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, അവരുടേതായ എഫേർട്ടുകൾ അവർ ഒരുപാട് അവര് ആരും പറയാതെ തന്നെ കൊടുക്കുന്നുണ്ട് എങ്കിൽ അവിടെ നല്ലൊരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യുന്നത് കൊണ്ടാണ് ആളുകളുമായിട്ട്.
പുറത്തുള്ള ആളുകളുമായിട്ട് നല്ലൊരു റിലേഷൻ ഉള്ളത് കൊണ്ടാണ് അത്തരം സഹായങ്ങൾ ആ പുറത്തുനിന്ന് കിട്ടുക. അപ്പൊ അങ്ങനെ എത്രത്തോളം ഉണ്ട് എന്ന് മനസ്സിലാക്കിയും നമുക്ക് പബ്ലിക് റിലേഷൻസിന്റെ മെഷർമെന്റ് എടുക്കാൻ പറ്റും. പിന്നെ ടേൺ ഓവർ ഓഫ് ദ ഹെൽത്ത് സ്റ്റാഫ് അവിടെ വർക്ക് ചെയ്യുന്ന പല സ്റ്റാഫുകൾ ഉണ്ടല്ലോ, അവരിൽ നിന്ന് കിട്ടുന്ന ഒരു ഇമ്പാക്ട്, അതായത് ഹോസ്പിറ്റലിൽ അവര് തരുന്ന എന്തൊക്കെ അവര് ഇവിടെ ഹോസ്പിറ്റലിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, അതും ഒരു പബ്ലിക് റിലേഷൻസ് വർദ്ധിപ്പിക്കാനായിട്ട് സാധിക്കുന്ന ഒന്നാണ്. പിന്നെന്താണ് കൺസിസ്റ്റൻസി ഓഫ് അറ്റൻഡൻസ് ഓഫ് ദ പേഷ്യൻസ്, അതായത് ഒരു പേഷ്യന്റ് ഒരു പ്രാവശ്യം വന്നു, പിന്നെ അവര് വീണ്ടും കൺസിസ്റ്റന്റ് ആയിട്ട് വീണ്ടും അവര് വരുന്നുണ്ട് എങ്കിൽ നല്ലൊരു റിലേഷൻസിലൂടെ മാത്രമേ നേടിയെടുക്കാൻ പറ്റുള്ളൂ. ഒരു പ്രാവശ്യം വന്നു, കിട്ടിയ എക്സ്പീരിയൻസ് വളരെ മോശം, അവർക്ക് വേണ്ട ട്രീറ്റ്മെന്റ് കിട്ടിയില്ല, നല്ല രീതിയിലുള്ള ട്രീറ്റ്മെന്റ് കിട്ടിയില്ല, അല്ലെങ്കിൽ മാത്രമല്ല അവിടെ വരുന്ന പേഷ്യൻസിനോട് അവിടെയുള്ള സ്റ്റാഫും മറ്റു നഴ്സുമാരൊക്കെ പെരുമാറുന്ന രീതി വളരെ മോശം, ഇതൊക്കെയാണെങ്കിൽ വീണ്ടും ഹോസ്പിറ്റലിൽ പോകില്ല. എത്ര പൈസ കുറച്ച് കൊടുക്കുന്ന ഹോസ്പിറ്റലാണെങ്കിൽ പോലും നല്ലൊരു ട്രീറ്റ്മെന്റും നല്ലൊരു അറ്റ്മോസ്ഫിയറും ആളുകളോട് ഇടപഴകുന്ന സ്റ്റാഫുകളും നല്ല രീതിയിൽ അല്ലെങ്കിൽ നമുക്ക് വീണ്ടും അവിടെ പോകാൻ പറ്റില്ല അല്ലെ. അപ്പൊ ഹെൽത്ത് സെന്റേഴ്സും അതുപോലെ തന്നെ ഇതുപോലെയുള്ള ക്ലിനിക്കുകളൊക്കെ അവിടെ വരുന്ന പേഷ്യൻസിന്റെ കൺസിസ്റ്റന്റ് ആയിട്ട് അവർ എത്ര പ്രാവശ്യം വരുന്നുണ്ട്, വീണ്ടും ഇങ്ങോട്ട് തന്നെ വരുന്നുണ്ടോ എങ്കിൽ അതൊരു പോസിറ്റീവ് സൈൻ ആണ്. പബ്ലിക് റിലേഷൻ നല്ല രീതിയിലാണ് എന്നുള്ളതിന്റെ ഒരു പോസിറ്റീവ് സൈൻ ആണ് എന്ന് മനസ്സിലാക്കാം. പിന്നെ എന്താ പറയാ, നല്ല ഹോസ്പിറ്റൽ ആണെങ്കിൽ ആളുകൾ തന്നെ പുറത്തുനിന്ന് തന്നെ ദേ വിൽ ഗീവ് സം ഡൊണേഷൻസ്. അതിന്റെ ഡെവലപ്മെന്റിന് ആ ഹോസ്പിറ്റലിന്റെ പല രീതിയിലുള്ള എക്യുപ്മെന്റുകൾ കൊണ്ടുവരാനായിരിക്കാം, ചിലപ്പോൾ പുതിയ കൺസ്ട്രക്ഷൻസ് കൊണ്ടുവരാനായിരിക്കാം. അപ്പൊ മാനേജ്മെന്റിന്റെ കയ്യിൽ അവിടെ പൈസ അധികമൊന്നും ഇല്ലെങ്കിൽ ആളുകൾ തന്നെ ചിലപ്പോ എന്താ പറയാ, നമ്മുടെ ഹോസ്പിറ്റലിൽ ഇങ്ങനെ ഒരു സാധനം വന്നത് നമുക്ക് യൂസ്ഫുൾ ആണ്, നമ്മൾ വെറുതെ പുറത്തൊക്കെ കുറെ ദൂരെയൊക്കെ പോയിട്ട് പല ഹോസ്പിറ്റൽ സേവനങ്ങളും ആവശ്യപ്പെടുന്നതിനേക്കാൾ നമ്മുടെ അടുത്ത് തന്നെ ഇത് കൊണ്ടുവരുന്നത് നല്ലതല്ലേ. അപ്പൊ അങ്ങനെയുള്ള ഒരു സിസ്റ്റം ഒക്കെ കൊണ്ടുവരാനായിട്ട് നല്ല രീതിയിലാണെങ്കിൽ, നല്ല റിലേഷൻ ഉള്ളതാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, ആളുകൾ ഒരുപാട് ഡൊണേഷൻസ് ആയിട്ടൊക്കെ പ്രൊവൈഡ് ചെയ്യും. അത് ഹോസ്പിറ്റലിന്റെ ഡെവലപ്മെന്റിന് കാരണമാവുകയും ചെയ്യും. പിന്നെ ഇൻപേഷ്യൻസ് എങ്ങനെ പുറത്തേക്ക് അവരുടെ ഹോസ്പിറ്റലിൽ നിന്ന് പുറത്ത് എന്താ പറയാ ഡിസ്ചാർജ് ചെയ്ത് പോകുന്ന സമയത്ത് മെഡിക്കൽ അഡ്വൈസ്, അവർക്ക് കൊടുക്കുന്ന മെഡിക്കൽ അഡ്വൈസ് എത്രത്തോളം ഉണ്ട്, അവർക്ക് കിട്ടുന്ന മെഡിക്കൽ ഉപദേശങ്ങളൊക്കെ കൊടുക്കുമല്ലോ ഓരോ കാര്യങ്ങളെ കുറിച്ചിട്ടും, അവരുടെ ഫുഡിങ് രീതിയാകാം, അവരുടെ ഫോളോ അപ്പിനെ കുറിച്ചിട്ടാകാം, അല്ലെങ്കിൽ അവർ ഇന്ന കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണമെന്നാകാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനെ കുറിച്ചിട്ടുള്ള ഒരു ഇൻപേഷ്യൻസിന് എന്ത് ചെയ്യാം, മെഡിക്കൽ അഡ്വൈസ് കൊടുക്കുന്നതിന്റെ അടിസ്ഥാനത്തിലും നമുക്ക് എന്ത് ചെയ്യാം, പബ്ലിക് റിലേഷൻസിനെ അളക്കാൻ പറ്റും. അപ്പൊ പബ്ലിക് റിലേഷൻസ് എത്രത്തോളം ഉണ്ട് എന്ന് കണ്ടുപിടിക്കാനുള്ള ചില അളവുകോലുകളാണ് ഈ പറഞ്ഞതൊക്കെ തന്നെ. ഏതൊക്കെ? പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേ, ജനറൽ ഒപ്പീനിയൻ പോള്, പിന്നെ ക്വാളിറ്റി കെയർ യൂസിങ് ദ ചെക്ക് ലിസ്റ്റ്, പിന്നെ നമ്പർ ഓഫ് കംപ്ലൈൻസ് റിസീവ്ഡ്, പിന്നെ എന്താ പറയാ എക്സ്റ്റെന്റ് ഓഫ് വോളണ്ടറി എഫേർട്സ് ബൈ ദ കമ്മ്യൂണിറ്റി, പുറത്തുനിന്നുള്ള ആളുകളുടെ എഫേർട്ടുകൾ എത്രത്തോളം ഉണ്ട്, ആരും ഉന്തി തള്ളിയിട്ടൊന്നുമല്ല കേട്ടോ, സ്വന്തമായിട്ട് കൊടുക്കുന്ന സേവനമാണ്. പിന്നെ ടേൺ ഓവർ ബൈ ദ ഹെൽത്ത് സ്റ്റാഫ്, പിന്നെ കൺസിസ്റ്റൻസി ഓഫ് അറ്റൻഡൻസ് ബൈ ദ പേഷ്യൻസ് എത്രത്തോളം കോൺസിസ്റ്റന്റ് ആയിട്ട് ഇങ്ങോട്ട് വരുന്നുണ്ട് അത്, പിന്നെ ഇൻ പേഷ്യൻസിന് കൊടുക്കുന്ന മെഡിക്കൽ അഡ്വൈസ്, ഇതൊക്കെ, പിന്നെ ഡൊണേഷൻസ്, ഇതൊക്കെ അളവുകോലാണ്. ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ പബ്ലിക് റിലേഷൻസിന്റെ അളവ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. അപ്പൊ അതും കൂടി ഒന്ന് വേഗം വായിച്ചു നോക്കാം. ഇത്രയും വരെ ഞാനിപ്പോ എടുക്കുന്നുള്ളൂ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ ചാപ്റ്ററിൽ നിന്ന് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഒക്കെ എഴുതിയിരുന്നോ? കുറച്ച് എഴുതിയെന്ന് അല്ലേ? ആദ്യത്തെ ദിവസം എഴുതിയെന്ന് തോന്നുന്നു. പിന്നെ എഴുതിയിരുന്നോ? ഇല്ല, ഇതുവരെ എഴുതിയിട്ടില്ല. ഒന്നും എഴുതിയില്ല. ഇല്ല. എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് നമ്മൾ ക്ലാസ്സിൽ എഴുതിയില്ല അല്ലെ? ഓക്കെ. അപ്പൊ നമുക്ക് അത് എഴുതാം. അത് കഴിഞ്ഞിട്ട് ഇതൊന്ന് വേഗം വായിച്ചു നോക്കുക കേട്ടോ. ആ കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡ്സിന്റെ ഒരു 6 പോയിന്റ് അല്ലല്ല 7 പോയിന്റ് നമ്മൾ പറഞ്ഞുള്ളൂ. അതെങ്ങനെയാണ് ഇംപ്ലിമെന്റ് ചെയ്യുന്നതും പിന്നെ അതുപോലെ തന്നെ ഇത് ഈ ഒരു ഇൻഡിക്കേറ്റേഴ്സും കുറച്ച് കാര്യങ്ങളെ പറഞ്ഞിട്ടുള്ളൂ. അത് അങ്ങനെ വീണ്ടും പറയുന്നത് തന്നെ വീണ്ടും പറഞ്ഞത് മാത്രമാണ്.
എഴുതിയാലോ ക്വസ്റ്റ്യൻ? ഈ സമയം ഓക്കെ മിസ്. ഓക്കെ, അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻസ് എഴുതാം. ഫസ്റ്റ് പേജിൽ നിന്ന് മൂന്ന് ക്ലാസ് കൂടി ഒരു കഴിയുമ്പോൾ നമ്മുടെ ഈ ഒരു ടോപ്പിക് തീരും കേട്ടോ. ഓക്കെ, 2-3 ക്ലാസ് കൂടി എടുക്കേണ്ടി വരുള്ളൂ, അപ്പോഴേക്കും തീരും. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എഴുതുക. Who is the first to call himself PR professional? Who is the first to call himself PR professional? Next one. Public relations means knowing, KNOWING, knowing what the public hopes, 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 and how administration is satisfying their dash. അടുത്തത് public relations is on the basis of mutually MUTUALLY, mutually satisfactory dash communication. അടുത്തത് which are the methods of maintaining public relations in the community? Which are the methods of maintaining public relations in the community? അടുത്ത ക്വസ്റ്റ്യൻ എഴുതാൻ പറ്റണല്ലേ? ഓക്കെ, ഇതല്ലേ പറഞ്ഞേ. അടുത്ത ക്വസ്റ്റ്യൻ which are the
operations, which are the operations performed by workmen, performed by workmen. Next one. Another question. Making others happy. Making others happy. Making others happy. One must be dash. Making others happy, one must be dash. Another question. Good morale of workers. Good morale of workers improves dash. Improves dash. And improves dash and a positive manner with another. Positive manner with another. question. Question. Good morale of workers. Good morale of workers improves dash. Good morale of workers improves dash and a positive manner with one another. And a positive manner with one another. Positive manner with one another. കിട്ടിയോ? Okay, ma. Okay. അടുത്തത് dash with effective coordination. Dash with effective coordination. Dash with effective coordination among all clinical departments. Among all clinical departments. Among all clinical departments arise from good administration, policies, procedures, responsibilities, etc. Responsibilities, etc. അടുത്തത് a provision to complaints should be to listen to oral. Should be to listen, LISTEN, listen to oral complaints. Should be
should we listen to oral complaints instead of dash, instead of dash. എത്ര ക്വസ്റ്റ്യൻ എഴുതി? 9 എഴുതാൻ പോണ പത്താമത്തെ. ഇനി പത്താമത്തെ. പത്താമത്തെ ക്വസ്റ്റ്യൻ എഴുതാനുണ്ട് അല്ലെ? ഒരു ക്വസ്റ്റ്യൻ കൂടി എഴുതി എന്നാ പത്താമത്തെ കൂടി എഴുതാം. ക്വസ്റ്റ്യൻ എഴുതാം. അതിന്റെ ആൻസേഴ്സ് നിങ്ങൾ കണ്ടുപിടിച്ചിട്ട് വരിക. യൂസിങ് ഡാഷ് will be helpful to improve public relation. Improve public relation. Improve public relation. കിട്ടിയോ? Would be at will be at സാറേ ടീച്ചറെ. രണ്ടായാലും കുഴപ്പമൊന്നുമില്ല. ഓക്കെ. വിൽ ബി അല്ലെങ്കിലും വുഡ് ബി ആയാലും കുഴപ്പമൊന്നുമില്ല. ഫ്യൂച്ചർ ടെൻസ് ആണെന്ന് മാത്രം. അതിന് സഹായിക്കുമെന്നാണ് കേട്ടാ. പബ്ലിക് റിലേഷന് സഹായിക്കുന്ന ഒന്നാണ് ഡാഷ് ഉപയോഗിക്കുക എന്നുള്ളത്. ഓക്കെ, അപ്പൊ അതിന്റെ ആൻസേഴ്സ് കണ്ടുപിടിച്ചിട്ട് നമുക്ക് ബുധനാഴ്ച കാണാം. ഓക്കെ, ബൈ. താങ്ക് യു. ഓക്കെ, Thank you, ma'am. ഓക്കെ, താങ്ക് യു. Thank you, miss.